ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ക്വസ്റ്റ്യൻ പേപ്പർ ബി പ്ലാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. ജെഇ മെയിൻസ് സെഷൻ 1 പേപ്പർ 2A 2B അതിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ മാത്തമാറ്റിക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 1. ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പ്രോബ്ലം. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ മോഡുലസ് ഓഫ് z-1 by z+1 equal to 1/2 is 4/3. And the second statement, eccentricity of this particular ellipse modulus of z+4 plus modulus of z-4 equals 12 is 2/3. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഈ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കുന്ന സമയത്ത് മോഡുലസ് ഓഫ് z-1 ബൈ മോഡുലസ് ഓഫ് z+1 ഈക്വൽ ടു 1/2. സോ ഈ പറയുന്ന കറസ്പോണ്ടിങ് ലോക്കസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദിസ് ഈസ് അണ്ടർ കോംപ്ലക്സ് നമ്പർ, പുട്ട് z ഈക്വൽ ടു x പ്ലസ് ഐ വൈ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ x പ്ലസ് ഐ വൈ മൈനസ് 1 ബൈ മോഡുലസ് ഓഫ് x പ്ലസ് ഐ വൈ പ്ലസ് 1. ദിസ് മോഡുലസ് ഈക്വൽ ടു 1/2. സോ ദിസ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ x മൈനസ് 1 പ്ലസ് അയോട്ട ടൈംസ് y ബൈ x പ്ലസ് 1 plus iota times y modulus equal to 1/2. Then modulus of this complex number, this is x minus 1 the whole square plus y square with the square root ആണ്. ഡിനോമിനേറ്ററിലും x plus 1 the whole square plus y square whole square ആണ്. സോ ഹോൾ സ്ക്വയർ റൂട്ട് ആണ്. ആൻഡ് ഈ സൈഡിൽ 1/2ൻ്റെ സ്ക്വയർ എടുത്താൽ 1/4. സോ ഞാൻ ഈ രണ്ട് സൈഡും മോഡുലസ് ഓഫ് x പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും അങ്ങ് സ്ക്വയർ കൂടി ചെയ്യുന്നു. ദെൻ ഈ പറയുന്ന 1/4 ഈ പറയുന്ന ടൈമിനെ ഇങ്ങോട്ടും ഈ ടൈം ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ദ ആൻസർ ബിക്കം 4 ടൈംസ് ഓഫ് x മൈനസ് 1 ഹോൾ സ്ക്വയർ, നമുക്ക് x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് 4 ടൈംസ് ഓഫ് വൈ സ്ക്വയർ. ദിസ് ഈക്വൽ ടു ഈ ടേം ഈ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ദിസ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, ദിസ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ. ഹിയർ 4x സ്ക്വയർ, ഹിയർ എക്സ് സ്ക്വയർ, റിമൈനിങ് 3x സ്ക്വയർ മൈനസ് 8x പ്ലസ് 2x ഈ സൈഡിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 10x 4y സ്ക്വയർ, ഇവിടെ വൈ സ്ക്വയർ, ദറ്റ് ഈസ് 3y സ്ക്വയർ ആൻഡ് 4 ഇവിടെ 1, ദറ്റ് ഈസ് പ്ലസ് 3 ഈക്വൽ ടു 0. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ആ സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കി മാറ്റുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10/3 ടൈംസ് ഓഫ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇങ്ങനൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ സർക്കിളിൻ്റെ സെൻറ്റർ -g, -f ആൻഡ് റേഡിയസ് വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് c ആയിരിക്കും. സോ ഓൺ കമ്പയറിങ് ദിസ് വാല്യൂസ്, ഇവിടെ 2gയുടെ സ്ഥലത്ത് -10/3 ആണ്. അതിൻ്റെ ഹാഫ് പാർട്ട് എടുത്ത് നമുക്ക് റേഡിയസ് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് -10/3യുടെ ഹാഫ്, ദാറ്റ് ഈസ് 5/3. 5/3ൻ്റെ സ്ക്വയർ 25/9 മൈനസ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് 1. ഇവിടെ എഫ് പാർട്ട് 0 ആണ്. സോ ഇതായിരിക്കും വരിക. അപ്പോൾ 25 - 9 വിച്ച് ഈസ് 16. 16ൻ്റെ സ്ക്വയർ റൂട്ട് 4/3. 4/3 ഈസ് ഈക്വൽ ടു റേഡിയസ്. 4/3 ആണ് റേഡിയസ് എന്നാണ് നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 4/3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദറ്റ് ഈസ് ഓൾസോ ബിലോങ്സ് ടു കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പറിൽ കോംപ്ലക്സ് ലോക്കസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. സോ ഇവിടെ മോഡുലസ് ഓഫ് z-1 plus modulus of z-z2, this equal to a constant, and ഈ പറയുന്നത് കറസ്പോണ്ടിങ് z1 മൈനസ് z2 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് വാല്യൂ വിച്ച് ഈസ് ലെസ് ദാൻ k ആണ് എന്നുണ്ടെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആൻ എലിപ്സ് വിത്ത് z1 and z2
focus and length of major axis equal to k. Length of major axis k ആയിരിക്കും ആൻഡ് എലിപ്സിൻ്റെ കറസ്പോണ്ടിങ് Z1 Z2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എന്തായിരിക്കും ഫോക്കസും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു മീനിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു പെർട്ടിക്കുലർ എലിപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഡെഫിനിഷൻ എലിപ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ കറസ്പോണ്ടിങ് രണ്ട് ലൊക്കേഷൻസ്, ദിസ് 2 പോയിന്റ്സ് ആർ ഫിക്സഡ് പോയിന്റ്സ് ആൻഡ് Z എന്ന് പറയുന്നത് എനി പോയിന്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ എലിപ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കറസ്പോണ്ടിങ് Z ക്യാൻ ബി എനി പോയിന്റ് ഓൺ ദിസ് എലിപ്സ്, ഈ എലിപ്സിലുള്ള ഏത് പോയിന്റ് ആണ് എന്നുണ്ടെങ്കിലും modulus of Z minus Z1. What is the meaning of modulus? Modulus is nothing but distance, right? So Z ഉം Z1 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് Z ഉം Z2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, Z ഉം Z2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് Z1 ഉം Z2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ്. Z1 മൈനസ് Z2 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ് ഈ പറയുന്ന കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഈ കോൺസ്റ്റന്റ് എങ്കിൽ ഈ പറയുന്ന ലോക്കസ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എലിപ്സിനെയാണ്. ഈ പറയുന്നത് നമുക്ക് എലിപ്സിൻ്റെ സെക്കൻഡ് ഡെഫിനിഷൻ വഴി നമുക്കറിയാം, സം ഓഫ് distance from two fixed point to a moving point is a constant and that constant is greater than distance between fixed point. ഇതാണല്ലോ എലിപ്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ട് ഫിക്സഡ് പോയിന്റിൽ നിന്ന് മൂവിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സം ഓഫ് ഡിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുകയും ആ കോൺസ്റ്റന്റ് ഫിക്സഡ് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കുകയും ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് മൂവിങ് പോയിന്റ് ഒരു എലിപ്റ്റിക്കലായിട്ടായിരിക്കും ട്രേസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടുത്തെ പ്രോബ്ലത്തിൽ മോഡുലസ് ഓഫ് Z മൈനസ് 4 പ്ലസ് മോഡുലസ് ഓഫ് Z പ്ലസ് 4 ദിസ് ഈക്വൽ ടു എത്രയാണെന്നകത്ത് ക്വസ്റ്റ്യൻ തന്നത്, ദിസ് ഈസ് 12 ഐ തിങ്ക്, യെസ് 12 എന്നാണ് തന്നിട്ടുള്ളത്. ഈ കറസ്പോണ്ടിങ് ലൊക്കേഷൻ, അപ്പോൾ ഇതേതാണ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് 4,0 എന്നും ഇതേതാ കോർഡിനേറ്റ് -4,0 എന്നും രണ്ട് പോയിന്റ്സ് ആണ്. സോ ഈ ലൊക്കേഷൻസ് ഏതാണ്? ഈ ലൊക്കേഷൻസ് ആണ് ഫിക്സഡ് പോയിന്റ്സ്. വി കോൾ ഇറ്റ് ഫോക്കസ്. ഇത് ഫോക്കസ് 1, ഇത് ഫോക്കസ് 2. ഇതാണ് നമ്മൾ ഫോക്കസ് 1ഉം ഫോക്കസ് 2 ആയിട്ട് എടുക്കുക. അപ്പോൾ എലിപ്സിൽ നമ്മളിവിടെ എലിപ്സ് പ്ലോട്ട് ചെയ്തു. ആ കറസ്പോണ്ടിങ് എലിപ്സിലുള്ള ഫോക്കസുകൾ എവിടേക്കാണ്? -4,0 ആൻഡ് +4,0, -4,0 ആൻഡ് +4,0 ആൻഡ് ഈ കറസ്പോണ്ടിങ് 12 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 8 യൂണിറ്റ് ആണ്, ഫോക്കസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 8 യൂണിറ്റ് ആണ്. ഇവിടെയുള്ള ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് 12 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫിക്സഡ് പോയിന്റ്. അതായതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് 12 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6,0. ഈ കോർഡിനേറ്റ് 6,0, ദിസ് ഈസ് -6,0. അങ്ങനെയാണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 12 ആയിട്ട് കിട്ടുക. സോ ഇത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ്, 2a ആണ് ഇവിടുത്തെ ടോട്ടൽ. അപ്പോൾ എ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. ആക്ച്വലി ഈ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസിലേക്ക് എലിപ്സിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AE ഡിസ്റ്റൻസ് ആണ്. AEയുടെ വാല്യൂ 4 ആണ്. ഇവിടം തുടങ്ങി ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസ് ആണ്, ദാറ്റ് ഈസ് A വിച്ച് ഈസ് 6. ഇയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ജസ്റ്റ് ഡിവൈഡ് ദിസ് ടു. സോ AE ഡിവൈഡഡ് ബൈ A വിച്ച് ഈസ് ഈക്വൽ ടു 4/6 വിച്ച് ഈസ് 2/3. സോ എ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇയുടെ വാല്യൂ 2/3 എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യൻ 1ൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം രണ്ടും കറക്റ്റാണ്. സോ ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ട്രൂ എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ. Then question number 2, f of x is x cube plus ax square plus bx plus 2025 where x belongs to R has extreme values at x equal to -1 and 1/3. Then minimum value of f dash x. f dash xൻ്റെ മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നോക്കൂ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് x³ പ്ലസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് 2025. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്.
എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് ദിസ് പെർട്ടിക്കുലർ ക്യൂബിക് ഗ്രാഫ് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും. ഇതിൽ ഈ ഫങ്ഷൻ ഒരു ലോക്കൽ മാക്സിമയും ഒരു ലോക്കൽ മിനിമയും എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന ഈ കറസ്പോണ്ടിങ് കർവിൽ എക്സ് ഈക്വൽ ടു -1ലും എക്സ് ഈക്വൽ ടു 1/3ലും ഈ കറസ്പോണ്ടിങ് കർവ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രീം പോയിന്റ്സ് ഒരു മാക്സിമം പോയിന്റ്, ഒരു ലോക്കൽ മാക്സിമം പോയിന്റും ഒരു ലോക്കൽ മിനിമം പോയിന്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ f'(x)ൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ f'(x)ൻ്റെ വാല്യൂ 0 ആയിരിക്കും, ഇവിടെയും f'(x)ൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ അറ്റ് എക്സ്ട്രീം പോയിന്റ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി എക്സ്പ്രഷൻ എന്തായാലും 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. സോ f'(x) നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് 3 times of x² plus 2 times of ax plus b. This is f'(x). Since this point x equal to -1 is extreme point, ഇത് എക്സ്ട്രീം പോയിന്റ് ആയതുകൊണ്ട് f'-1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ f'-1 എന്ന് പറഞ്ഞാൽ 3 - 2a plus b this equal to 0 ഒരു ഇക്വേഷനായി. ആൻഡ് x equal to 1/3 എന്ന് എടുത്താലോ, x equal to 1/3 എടുക്കുമ്പോൾ അവിടെയും ഒരു എക്സ്ട്രീം പോയിന്റ് ആണ്. സോ f'-1/3യുടെ വാല്യൂ എന്തായിരിക്കും, ദിസ് ഇസ് ഓൾസോ 0. സോ 3 into 1/3ൻ്റെ സ്ക്വയർ വിച്ച് ഇസ് 1/9 ആൻഡ് പ്ലസ് 2a/3 പ്ലസ് b ദിസ് ഈസ് ഓൾസോ 0. സോ 3 9 ക്യാൻസൽ, ഇവിടെ 3 എന്ന് വരും. നമുക്ക് ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യാം ഫോർ സോൾവിങ് a ആൻഡ് b. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1/3 - 3 plus 2a/3 plus 2a b minus b which is 0. So this is -9, 1 - 9 -8/3. -8/3 ഈ സൈഡിലേക്ക് പോയാൽ plus 8/3. So 8/3 equal to 6a plus 2a, that is 8a. 8a/3. So 8/3 cancel, a equal to 1 എന്ന് കിട്ടി. Put a equal to 1 in any of these two equation. So a equal to 1 ഇട്ട് കൊടുത്താൽ 3 - 2 plus b equal to 0, meaning b equal to -1. ബിയുടെ വാല്യൂ -1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ശരിക്കും f(x) എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കിപ്പോൾ കിട്ടി. f(x) എയും ബിയും ഇതിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് f(x) which is equal to f(x) എന്താണ്, x³ പ്ലസ് എ വാല്യൂ എത്രയാണ് 1 പ്ലസ് x² മൈനസ് എക്സ് പ്ലസ് 2025 ഇതാണ് f(x) എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കിയേ. ദെൻ മിനിമം വാല്യൂ ഓഫ് f'(x)ൻ്റെ മിനിമം വാല്യൂ എന്താണെന്നുള്ളതാണ്. അപ്പോൾ f'(x) കാൽക്കുലേറ്റ് ചെയ്യാം. f'(x) വിച്ച് ഈസ് ഈക്വൽ ടു 3x² plus 2x - 1 ഇതാണ് f'(x) എന്ന് പറയുന്നത്. ഈ f'(x) എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള ഈ പോളിനോമിയലിൻ്റെ മിനിമം വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ യു ക്യാൻ എയ്തർ ഗോ വിത്ത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു അപ്വേർഡ് ആയിട്ടുള്ള പരാബോളയാണ്. x²ൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് പരാബോളയാണ്. ഇതിൻ്റെ വെർട്ടെക്സിലായിരിക്കും കറസ്പോണ്ടിങ് ഈ എക്സ്പ്രഷന് കിട്ടുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. സോ വെർട്ടെക്സ് കോർഡിനേറ്റ് -b/2a, -d/4a എന്നായിരിക്കും. ആൻഡ് ദിസ് ഈസ് ദി മിനിമം വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ. മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ എക്സ്പ്രഷൻ്റെ -d/4a വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഓർ f'(x) ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം ആ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ഐഡിയ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സോ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി എന്ന് പറയുന്നത് 4 - 4 × 3 × -1. So 12 divided by 4 times of 3. So 16. So this is -16/12. This is -4/3. So the minimum value of f'(x) എന്ന് പറയുന്നത് -4/3 എന്നാണ്. Let's check option
minus 4/3. Yes, option 2 is correct. Question 3. Alpha, beta are the root of the quadratic equation x square minus 2x plus 4 equals 0. Then alpha raised to 4 plus beta raised to 4 minus alpha raised to 8 plus beta raised to 8. ഇത് ഇക്വേഷൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസും അതുപോലെ റൂട്ടും തമ്മിലുള്ള റിലേഷൻസിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 ഈക്വൽസ് 0. ദെൻ ആൽഫ ബീറ്റ ഈ പറയുന്ന എക്സ്പ്രഷൻ്റെ ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഈക്വേഷൻ്റെ റൂട്ടുകളാണ് എന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം വിച്ച് ഈസ് മൈനസ് b/a വിച്ച് ഈസ് 2. ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു c/a വിച്ച് ഈസ് 4. ഫ്രം ദിസ് തിങ് നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ടൈംസ് ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ. ഇതായിരിക്കില്ലേ വില? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ. ഓൺ റീഅറേഞ്ചിങ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ദിസ് തിങ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദിസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 2 ടൈംസ് ഓഫ് 4 ദറ്റ് ഈസ് 8. സോ ദിസ് ഈക്വൽ ടു മൈനസ് 4. ടേക്ക് വൺ മോർ സ്ക്വയർ. ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ സ്ക്വയർ ഒന്നും കൂടി എടുത്താൽ അതല്ല എങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുത്താൽ എന്താ വരാം? ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 പ്ലസ് 2 ടൈംസ് ഓഫ് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഓർ 2 ടൈംസ് ഓഫ് ആൽഫ ബീറ്റ ദി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4ൻ്റെ വാല്യൂ ദിസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം വിച്ച് ഇസ് മൈനസ് 4. മൈനസ് 4ൻ്റെ സ്ക്വയർ ദറ്റ് ഈസ് 16 മൈനസ് 2 ടൈംസ് ഓഫ് ആൽഫ ബീറ്റയുടെ വാല്യൂ 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16. സോ ദിസ് ഈസ് മൈനസ് 16 ഈസ് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4. ദെൻ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4ൻ്റെ സ്ക്വയർ ഒന്നും കൂടി എടുത്താൽ ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആൽഫ റേസ് ടു 8 പ്ലസ് ബീറ്റ റേസ് ടു 8 പ്ലസ് 2 ടൈംസ് ഓഫ് ആൽഫ റേസ് ടു 4 ബീറ്റ റേസ് ടു 4 മീനിങ് ആൽഫ ബീറ്റ ദി ഹോൾ റേസ് ടു 4. Alpha raised to 8 plus beta raised to 8 which is equals alpha raised to 4 plus beta raised to 4 minus 16 ആണ്. മൈനസ് 16ൻ്റെ സ്ക്വയർ 256 മൈനസ് 2 ടൈംസ് ഓഫ് ആൽഫ ബീറ്റയുടെ വാല്യൂ 4 ആണ്. 4 raised to 4 that is also 256. So this is 256. So minus 256. ഇതാണ് ആൽഫ റേസ് ടു 8 പ്ലസ് ബീറ്റ റേസ് ടു 8 എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 മൈനസ് ആൽഫ റേസ് ടു 8 പ്ലസ് ബീറ്റ റേസ് ടു 8 എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ദിസ് ഈസ് സിംപ്ലി ദാറ്റ് ഈസ് മൈനസ് 16 മൈനസ് 256. So plus 240 is final answer. This is equal to 240. Option 4 is correct answer. The 3-dimensional geometry എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദിസ് ലൈൻ ആൻഡ് ദിസ് ലൈൻ ഈസ് ഇൻ്റർസെക്റ്റിംഗ്, രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പിയുടെ വാല്യൂ എന്താണ്? നമുക്ക് രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെ, രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ദാറ്റ് 2 ലൈൻസ് കോപ്ലൈനാർ. ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? കോപ്ലൈനാർ ആയിരിക്കും. ബിക്കോസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിനിൽ നമ്മൾ രണ്ട് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ അത് പാരലൽ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എല്ലാം കോപ്ലൈനാർ ആയിരിക്കും. ഇഫ് 2 lines are coplanar, രണ്ട് ലൈൻസ് ലെറ്റ്സ് സേ ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ, ദിസ് ഈസ് സെക്കൻഡ് ലൈൻ. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു A1 പ്ലസ് ലാംഡ ടൈംസ് B1 ആൻഡ് ദിസ് ലൈൻ ആർ ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B2. ഇതിൽ A1 എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദി ഗിവൺ പോയിന്റ് ഇൻ ദിസ് ലൈൻ, B1 ഈസ് എ പാരലൽ വെക്ടർ. B1 എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ഒരു പാരലൽ വെക്ടറാണ്. ആൻഡ് A2 എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള ഒരു ഗിവൺ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. B2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഈ ലൈനിൻ്റെ പാരലൽ വെക്ടറാണ്. സോ
നമുക്കിവിടെ A1 A2 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് 2 പോയിന്റ്, ഈ ലൈനിലൊരു പോയിന്റും ഈ ലൈനിലൊരു പോയിന്റും ഉണ്ട്. ഇഫ് യു ജോയിൻ A1 A2 എന്ന് പറയുന്ന ഈ പോയിന്റുകൾ ജോയിൻ ചെയ്താൽ യു ആർ ഗെറ്റിംഗ് 3 വെക്ടേഴ്സ് ആൻഡ് ദിസ് 3 വെക്ടേഴ്സ് ആക്ച്വലി എന്ത് വെക്ടേഴ്സ് ആണ്? കോപ്ലാനാർ വെക്ടേഴ്സ് ആണ്. കോപ്ലാനാർ വെക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ A1 - A2 ഡോട്ട് B1 ക്രോസ് B1 ക്രോസ് B2 എന്ന് പറയുന്ന വാല്യൂ ദിസ് ഷുഡ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ? ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് കോപ്ലാനാർ ആയിട്ടുള്ള 3 വെക്ടേഴ്സിൻ്റെ ബോക്സ് പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണ് എന്നുള്ള കണ്ടീഷൻ എടുത്താലും ഫൈൻ. 2 ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A1 - A2 ഡോട്ട് B1 ക്രോസ് B2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 ആണ്. അതിൽ ഡിനോമിനേറ്റർ കനോട്ട് ബി 0, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. അപ്പോൾ ഈ പറയുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആകുന്നത് ന്യൂമറേറ്റർ 0 ആകുന്നത് കൊണ്ടാണ്. മീനിങ് ഈ പറയുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ A1 - A2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം. A1 - A2 ദിസ് ഈക്വൽ ടു 5i minus 3i, that is 2i, and minus 2j minus 4j, p minus 4, that is p plus 4 times k, and b1 vector first line parallel vector ആണ്, that is i plus 2j plus 2k, and b2 എന്ന് പറയുന്നത് 3i plus 2j plus 6k. ഇവിടെ നിങ്ങൾ A1 - A2 or A2 - A1 നിങ്ങൾ ഏത് ഓർഡർ എടുത്താലും ദാറ്റ് ഈസ് ഫൈൻ. അതൊക്കെ ആൻസർ ശരിയായിരിക്കും കേട്ടോ. ദെൻ ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കോമൺ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. 2 - 4 p plus 4 and 1 2 2 3 2 6. This determinant value equal to 0. So 2 times of 12 minus 4 which is 12 minus 4 which is 8, minus 4 times of minus 4 that is plus 4 times of 6 minus 6 which is 0, plus p plus 4 times of 2 minus 6 that is minus 4 this equal to 0. So this is 16 equal to ഈ ടേം ഈ സൈഡിലേക്ക് പോയാൽ p plus 4 times 4, so 4p plus 16 equal to 16, so p equal to 0. Yes, option 2 is correct. Question 5, number of non-negative integral solution of the equation x plus y plus z equal to 10 where x greater than or equal to y plus z. നമുക്കിവിടെ x1 plus x2 plus x3 plus etc. x are equal to n. non-negative integral solution എന്ന് പറയുന്നത് this equal to n plus r minus 1 c r minus 1 എന്ന് നമുക്കറിയാം. നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ നമുക്ക് വേണ്ടത് x plus y plus z equal to 10ൻ്റെ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ അല്ല. ആൻഡ് ദർ ഈസ് ആക്ച്വലി എ കണ്ടീഷൻ x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y plus z. സോ ലെറ്റ്സ് റേറ്റ് കേസസ്. സോ x എന്ന് പറയുന്നതും y plus z എന്ന് പറയുന്നതും ഈ പറയുന്ന രണ്ടും കൂടി കൂട്ടിയാൽ എന്തായിരിക്കണം? 10 കിട്ടണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 കിട്ടി. വൈ പ്ലസ് സെഡിൻ്റെ വാല്യൂ അപ്പോൾ 0 ആയാലും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് പറയുന്ന കണ്ടീഷനാവും. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0 ഇതിൻ്റെ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ n ഇവിടെ r ആകുമ്പോൾ n പ്ലസ് ആർ മൈനസ് 1 സി ആർ മൈനസ് 1 ആണ്. സോ ദിസ് ഈസ് സി 0 പ്ലസ് ആറിൻ്റെ വാല്യൂ ഇവിടെ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 C1. സോ ദിസ് ഈസ് 1 C1. എത്ര കേസസ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. ദിസ് ഈസ് ഇവിടെ ഒരു കേസാണ് ഇങ്ങനത്തെ ഉണ്ടാവുക. വൈയും സെഡും രണ്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ലെറ്റ്സ് സേ എക്സിൻ്റെ വാല്യൂ 9 ആണെങ്കിൽ വൈ പ്ലസ് സെഡിൻ്റെ വാല്യൂ 1 ആകാം.
അപ്പോൾ y പ്ലസ് സെഡ് ഈക്വൽ ടു 1ന് എത്ര സൊല്യൂഷൻ ഉണ്ട്? ദറ്റ് ഈസ് 1 പ്ലസ് 1 C1 എന്നാണ് വരുന്നത്. 2C1 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ 2 എന്നാണ് കിട്ടുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 8 ആകുമ്പോൾ y പ്ലസ് സെഡിൻ്റെ വാല്യൂ 2 ആണ്. ദെൻ y പ്ലസ് സെഡ് ഈക്വൽ ടു 2ൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. ദറ്റ് ഈസ് 2 പ്ലസ് 1 പ്ലസ് C1. സോ ദിസ് ഈസ് 3C1 വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ 3 സൊല്യൂഷൻസ് 3 കേസസ് ഉണ്ടായിരിക്കും. ഇവിടെ 7 ആകുന്ന സമയത്ത് y പ്ലസ് സെഡ് 3 ആണ്. സോ y പ്ലസ് സെഡ് ഈക്വൽ ടു 3യുടെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 3 പ്ലസ് 1 4C1 വിച്ച് ഈസ് ഈക്വൽ ടു 4. ഇവിടെ 6 ആകുന്ന സമയത്ത് y പ്ലസ് സെഡിൻ്റെ വാല്യൂ 4. y പ്ലസ് സെഡ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 1 5C1 വിച്ച് ഈസ് 5. ആൻഡ് ഇവിടെ കറസ്പോണ്ടിങ് 5 എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സിൻ്റെ വാല്യൂ 5 ആണ് എന്നുണ്ടെങ്കിൽ y പ്ലസ് സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 5 ആയിരിക്കണം. ദെൻ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇവിടെ കിട്ടുന്നത് 6 നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. എക്സിൻ്റെ വാല്യൂ 4 എടുത്താൽ y പ്ലസ് സെഡിൻ്റെ വാല്യൂ 6 ആകും. ദാറ്റ് എക്സീഡ് എക്സ്, റൈറ്റ്? എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y പ്ലസ് സെഡ് എന്ന് പറയുന്ന സമയത്ത് ഇൻ്റഗ്രൽ ആയിട്ട് ഇത്രയും കേസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇതിൻ്റെ സം എടുത്താൽ മതി. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6. അപ്പോൾ ആദ്യത്തെ 6 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 6 × 7 ഡിവൈഡഡ് ബൈ 2 21 സൊല്യൂഷൻസ് ആയിരിക്കും ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഷുഡ് ബി ഈക്വൽ ടു 10 ആൻഡ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ പ്ലസ് സെഡ്. നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് 21. Question 6. Area of the region bounded by 2 curve y equal to modulus of x minus 2 and x minus 2 whole square equal to 2y. Let's plot this thing. ഈ പറയുന്നത് റഫായിട്ട് ഒരു ഗ്രാഫ് ഒരു സ്കെച്ച് വരച്ച് നോക്കാം. ദെൻ നമുക്കൊരു ഐഡിയ കിട്ടും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 y ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ ദിസ് കർവ് ഈസ് സംതിങ് ലൈക്ക് ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് പറയുന്ന കർവ് പ്ലോട്ട് ചെയ്യേണ്ടത്. ആൻഡ് അടുത്തത് പരാബോളയാണ്. പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഈ പരാബോള y ആക്സിസിന് സിമെട്രിക് ആയിട്ട് y ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിസ് ഓഫ് ദി പരാബോള ആയിട്ടുള്ള ഒരു പരാബോളയാണ്. അതേസമയത്ത് എക്സ് മൈനസ് 2 ഇതെന്താണ്? ഷിഫ്റ്റഡ് പരാബോളയാണ്. ഇവിടെ എക്സ് മൈനസ് ആൽഫ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4a ഇൻറ്റു y മൈനസ് ബീറ്റ എന്നാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന കറസ്പോണ്ടിങ് സെയിം ഓറിയൻറ്റേഷനിലുള്ള പരാബോള വെർട്ടെക്സ് ആൽഫ ബീറ്റയിലേക്ക് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാബോളയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ പരാബോളയിൽ 2,0 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാബോള. അപ്പോൾ 2,0 ഈസ് ആക്ച്വലി ഹിയർ. ഇതാണ് 2,0. അപ്പോൾ ഇതിലൂടെ തന്നെ വെർട്ടെക്സ് വരുന്ന അപ്വേർഡ് ആയിട്ടുള്ള ഒരു പരാബോളയാണ്. And this parabola have another speciality. When x 0 ആകുന്ന സമയത്ത് when x equal to 0 ആകുന്ന സമയത്ത് y-ൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? -2ൻ്റെ സ്ക്വയർ 4/2 എന്ന് പറയുന്നത് എത്രയാണ്? y ഈക്വൽ ടു 2 ആണ് കിട്ടുന്നത്. സോ ഈ പറയുന്നത് ഇവിടെയും x 0 ആകുമ്പോൾ y 2 ആണ്. സോ 0,2 തന്നെയാണ് ഈ പരാബോളയെ എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. സോ ഈ പരാബോളയെ എന്ത് ചെയ്യുന്നുണ്ട്? 0,2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഈ ഷേപ്പ് വരുന്നത്. ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ്. ഈ ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഡ്യൂ ടു സിമ്മട്രി ഈ കറസ്പോണ്ടിങ് പരാബോളയുടെ വെർട്ടെക്സ് ആണല്ലോ ഇവിടുത്തെ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കറസ്പോണ്ടിങ് പരാബോളിൻ്റെ ആക്സിസ് ആണ് ഈ കറസ്പോണ്ടിങ് ലൈൻ എന്ന് പറയുന്നത്. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ഈ ലൈന് ഈ പരാബോളിൻ്റെ ആക്സിസ് ആണ്. ഇതിനബൌട്ടായിട്ട് ഈ പരാബോളക്കും അതുപോലെ ഈ കറസ്പോണ്ടിങ് മോഡുലസ് ഫംഗ്ഷനും സിമെട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡബിൾ എടുത്താൽ ആൻസർ കിട്ടും. സോ ഞാൻ ഈ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ട്രയാങ്കിൾ നോക്കൂ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നും ഈ പോർഷൻ്റെ ഏരിയ റിജക്റ്റ് ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഏരിയ 1 എന്ന് എഴുതി. ദാറ്റ് ഈസ് 1/2 × 2 × 2
ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. ദെൻ അടുത്തത് ഈ കറസ്പോണ്ടിങ് ഇവിടുത്തെ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ ഈ പരാബോളിൻ്റെ താഴെ എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ പരാബോളിൻ്റെ ഏരിയ 2 എന്ന് പറയുന്നത് ഏരിയ ബൗണ്ടഡ് ബൈ ദ കറസ്പോണ്ടിങ് കർവ്, ഏരിയ അണ്ടർ ദി പരാബോള x minus 2 whole square equal to 2y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വൈ ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആൻഡ് എക്സ് കോർഡിനേറ്റ് വേരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ ഈ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. വാട്ട് ഈസ് വൈ? വൈ ഈസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 times of dx from 0 to 2. സോ നമുക്ക് 1/2 കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് വെക്കാം. എക്സ് മൈനസ് 2ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3 ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആൻഡ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2. സോ സോറി എക്സ് മൈനസ് 2 റൈറ്റ്. ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1/2 ഇൻറ്റു 1/3 1/6 ടൈംസ് ഓഫ് എക്സിന് 2 എന്ന് കൊടുത്താൽ ഇവിടെ 0 -0 എന്ന് കൊടുത്താൽ -2ൻ്റെ ക്യൂബ് -8 എന്നാണ് വരുന്നത്. സോ ദിസ് ഈസ് 8/6 4/3 ആണ് ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ താഴത്തെ പോർഷൻ്റെ ഏരിയ 4/3 ആണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ഈ റീജിയൻ്റെ ഏരിയ ലെറ്റ്സ് നെയിം ദിസ് ഈസ് A1 എന്ന് പേര് കൊടുക്കാം. A1ൻ്റെ വാല്യൂ എത്രയാണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ആൻസർ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 2 - 4/3 ദറ്റ് ഈസ് 6 - 4 2/3 ഈസ് ദി ഏരിയ ഓഫ് ദിസ് റീജിയൻ. അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയാണ്? ടോട്ടൽ ഏരിയ ഡബിൾ എടുത്താൽ മതി. സോ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2 times of 2/3 ദിസ് ഈക്വൽ ടു 4/3. ബിക്കോസ് ഈ സെയിം ഏരിയ ഇവിടെ എത്ര ഉണ്ടോ അത്രയും ഏരിയ ഈ സൈഡിലുമുണ്ട്. അപ്പോൾ സിമെട്രി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 4/3 എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്, 4/3. Then question 7, mean and variance of 5 numbers is given 1 and 2. Then value of x raised to 4 plus y raised to 4. നോക്കാം. ഇവിടെ 2, 3, 1. So mean calculate ചെയ്യുക. x bar equal to sum of observation, that is 2 plus 3 plus 1 plus x plus y divided by 5. So and question says the mean is 1. So 2 plus 3 plus 1 that is 6 plus x plus y equal to 5. x plus y value എത്രയാണ്? x plus y equal to -1, right? Yes, this is -1. Then variance calculate ചെയ്യാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ദിസ് ഈക്വൽ ടു ഒബ്സർവേഷൻ്റെ സ്ക്വയറിൻ്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. സോ വേരിയൻസ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ തന്നെ. മീൻ ആൻഡ് വേരിയൻസ് ഈസ് 2. വേരിയൻസ് 2 ആണ്. ഒബ്സർവേഷൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ വിച്ച് ഈസ് 4, 3 സ്ക്വയർ വിച്ച് ഈസ് 9, 1 സ്ക്വയർ വിച്ച് ഈസ് 1, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദിസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വിച്ച് ഈസ് 5 മൈനസ് എക്സ് ബാർ എത്രയാണ്? 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. സോ 2 plus 1 എന്ന് പറയുമ്പോൾ 3 ആയി. 3 × 5 15 ഈക്വൽ ടു 14 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ 1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ -1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ +1 ആണ്. ആൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 ആണ്. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു നോക്കും. ഇത് ഈ എക്സ് പ്ലസ് വൈൻ്റെ ഹോൾ സ്ക്വയർ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 times of എക്സ് വൈ എന്നായിരിക്കില്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ -1, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ 1. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ഈക്വൽ ടു 1 + 2xy, മീനിങ് എക്സ് വൈൻ്റെ വാല്യൂ അല്ലെങ്കിൽ 2xyൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണെന്നറിയാം. ഇതും സ്ക്വയർ ചെയ്താൽ എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 പ്ലസ് 2 times of എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മീനിങ്സ് 2xy ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ വിച്ച് ഈസ് 1.
എക്സ് വൈ വാല്യൂ 0 ആയതുകൊണ്ട് ദിസ് പാർട്ട് ഈസ് 0. സോ എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 ഈസ് സിംപ്ലി 1. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് ആൻസർ. ദെൻ 8 ട്രിഗണോമെട്രിയിലെ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമ്മേഷൻ വർ എൻ ഈസ് വേരിയിങ് ഫ്രം 1 to 3 സൈൻ റേസ് ടു 2n പൈ ബൈ 20 പ്ലസ് കോസ് റേസ് ടു 2n പൈ ബൈ 20 പ്ലസ് ഈ പറയുന്നത് സമ്മേഷൻ ഈ ബ്രാക്കറ്റിന് മാത്രമാണ്. ആൻഡ് ദിസ് ഈസ് അനദർ എക്സ്പ്രഷൻ. സോ ഫോർ ദ സൈക്ക് ഓഫ് സിംപ്ലിസിറ്റി പൈ ബൈ 20 ഐ എം ടേക്കിംഗ് സം തീറ്റ. ഇത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ സമ്മേഷൻ ഓഫ് n is varying from 1 to 3 sin raised to 2n theta plus cos raised to 2n theta. ഇത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് വെൻ n equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് n equal to 2 ഇട്ട് കൊടുത്താൽ സൈൻ റേസ് ടു 4 തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ആൻഡ് എന്നിന് 3 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ സൈൻ റേസ് ടു 6 തീറ്റ സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ. ആൻഡ് നമുക്കിതിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ അറിയാം വിച്ച് ഇസ് 1. ഇവിടെ 2 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ദിസ് ഈക്വൽ ടു ഈ പറയുന്ന റിസൾട്ടും അതേപോലെ സൈൻ റേസ് ടു 6 തീറ്റ ഇതെപ്പോഴും ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലത്തിൽ പല ക്വസ്റ്റ്യനിൽ കയറി വരാറുണ്ട്, ഇൻ്റഗ്രേഷനിൽ കയറി വരാറുണ്ട്. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് വൺ. 1 minus 2 times of sin square theta cos square theta and sin raised to 6 theta sin raised to 6 theta plus cos raised to 6 theta this equal to 1 minus 3 times of sin square theta cos square theta. സോ ഈ 2 റിസൾട്ടുകൾ പല ക്വസ്റ്റ്യനിലും നമുക്ക് PYQയിൽ കാണാറുണ്ട്. സോ ശരിക്കും എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത്, രണ്ട് സൈഡും ക്യൂബ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത്. അത് എപ്പോഴും അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. ദിസ് ഈസ് വൺ ഓഫ് ദ റിസൾട്ട്. ഇത് അറിയാമെങ്കിൽ പ്രോബ്ലം ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ചെയ്താൽ ആൻസറായി. ദിസ് ഈസ് 1 minus 2 times 1 plus ഇത് 1 ഇവിടെ 1 minus 2 times of sin square theta cos square theta and here 1 minus 3 sin square theta cos square theta. So effectively എന്തായി 1 plus 1 plus 1 which is 3 minus 5 times of sin square theta cos square theta and ഇതിലേക്ക് നമ്മൾ ഈ പറയുന്ന സമ്മേഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ള ആൻസറിലേക്ക് 5 ടൈംസ് ഓഫ് സൈൻ സ്ക്വയർ പൈ ബൈ 20 കോസ് സ്ക്വയർ പൈ ബൈ 20 ആഡ് ചെയ്യണം. പൈ ബൈ 20 എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷനിൽ എന്ത് ചെയ്യണം? 3 minus 5 സൈൻ സ്ക്വയർ തീറ്റ കോസ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ആൻഡ് ഇൻ അഡീഷൻ ഒരു 5 കോസ് സ്ക്വയർ തീറ്റ 5 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആഡ് ചെയ്യാൻ കൂടി ഉണ്ട്. സോ ദിസ് ടു ഗെറ്റ് ക്യാൻസൽ. ഫൈനൽ ആൻസർ ഈ എക്സ്പ്രഷൻ്റെ എന്താണ് കിട്ടുന്നത്? 3 is final answer. Option 3 correct. Question 9. P, Q be the points of intersection of the line y plus x equal to 1 and parabola y square equal to 4x. If the line passing through the midpoint PQ and perpendicular to axis of the parabola intersect parabola at A and B, then the length of line segment AB. സോ ജസ്റ്റ് ഈ പറയുന്ന ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന ഒരു പരാബോള. ദ ആക്സിസ് ഓഫ് ദി പരാബോള ഈസ് അബൌട്ട് എക്സ് ആക്സിന് അറൗണ്ട് ആയിട്ട് ആക്സിസ് വരുന്ന ഒരു പരാബോളയാണ് നമുക്ക് ഡിസ്കഷനിലുള്ളത്. ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ സംതിങ് ലൈക്ക് ഇങ്ങനെ ആയിരിക്കും വരാം. ആൻഡ് ഈ ലൈന് എന്ത് ചെയ്യുന്നുണ്ട്? ദിസ് ഈസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് 2 പോയിൻറ്റ്സ്. ഈ പറയുന്ന ലൊക്കേഷനിലും ഈ ലൊക്കേഷനിലും കട്ട് ചെയ്യുന്നുണ്ട്. ദിസ് പോയിന്റ് ലെറ്റ് നെയിം പി ആൻഡ് ക്യൂ. ദെൻ പിൻ്റെയും ക്യൂവിൻ്റെയും മിഡ് പോയിന്റ്, പിൻ്റെയും ക്യൂവിൻ്റെയും മിഡ് പോയിന്റ് ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അതിലൂടെ ഞാനൊരു ലൈന് വരക്കുന്നു. എങ്ങനെ ലൈന് വരക്കുന്നത്? പി ക്യൂ പെർപെൻഡിക്കുലർ
Okay, P and Q, the point of intersection of this line and parabola. A line passing through the midpoint of PQ perpendicular to axis of the parabola. This is axis of the parabola. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈന് ഈ രീതിയിൽ വരക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പരാബോളെ രണ്ട് ലൊക്കേഷൻസിൽ കട്ട് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ 1 ഹിയർ ആൻഡ് ലൊക്കേഷൻ 2 ബി എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവിടെ. ദെൻ എ ബിയുടെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ ആക്ച്വലി സിമ്പിളാണ്. ഇവിടുത്തെ ലൊക്കേഷനിൽ ലെറ്റ്സ് സേ ദിസ് ഈസ് സം x1 y1, ഇത് x1 y1 ആണെന്ന് വിചാരിക്കുക, ഇത് x2 y2 ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ദാറ്റ് ഈസ് x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 ആൻഡ് y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇത് നമുക്കറിയാവുന്ന ബേസിക് ഡാറ്റയാണ്. അപ്പോൾ for getting the location P and Q എന്ന് പറയുന്നത് which is the point of intersection of the line x plus y equal to 1 and y square equal to 4x. For getting P and Q, P യും Q യും കിട്ടാൻ solve y square equal to 4x എന്ന് പറയുന്ന പരാബോളയുടെ ഇക്വേഷനും x plus y equal to 1 എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷനും സോൾവ് ചെയ്യാം. സോ y equal to 1 minus x, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 minus x the whole square equal to 4x. So x square minus 2x plus 1 equal to 4x. So x square minus 6x plus 1 equal to 0. ഈ പറയുന്ന കറസ്പോണ്ടിങ് എക്സിൻ്റെ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ എനിക്ക് എക്സിൻ്റെ രണ്ട് ആൻസർ കിട്ടും. ആ രണ്ട് വാല്യൂസ് ആണ് ആക്ച്വലി ഇവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് x1 ആൻഡ് x2. ഈ പറയുന്ന ലൈനും ഈ കറസ്പോണ്ടിങ് കർവും കട്ട് ചെയ്യുന്ന ലൊക്കേഷനിലെ x1 ആൻഡ് x2 ആയിരിക്കും ഇവരുടെ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത്. നമുക്കിത് ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഒക്കെയാണ് വരിക. നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ബട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കിയേ. x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2 ഈ പറയുന്ന ലൊക്കേഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡെഫിനറ്റ്ലി x1 x2 എന്ന് പറയുന്ന റൂട്ടാണെങ്കിൽ x1 പ്ലസ് x2ൻ്റെ വാല്യൂ നേരിട്ട് കണ്ടുപിടിച്ചൂടെ. ദാറ്റ് ഈസ് 6. x1 പ്ലസ് x2 എന്ന് പറയുന്നത് സം ഓഫ് റൂട്ടാണ് 6 ആണ്. അപ്പോൾ x1 പ്ലസ് x2 ബൈ 2 എന്ന് പറയുന്നതോ x1 പ്ലസ് x2 ബൈ 2 എന്ന് പറയുന്നത് വിച്ച് ഈസ് 3. അപ്പോൾ ഇവിടെ x1 പ്ലസ് x2 ബൈ 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് വൈൻ്റെ വാല്യൂ വേണ്ട. നമുക്ക് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 ആണെന്ന് വിചാരിക്കുക. വൈ കോർഡിനേറ്റ് ഈസ് സംതിങ് ഹിയർ, ഇവിടെ 3 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വൈക്ക് എക്സിന് 3 എന്നിട്ട് കൊടുത്താൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്കിപ്പോൾ പറയുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 ആണ് എന്നുണ്ടെങ്കിൽ ഈ എക്സ് കോർഡിനേറ്റും എന്ത് തന്നെ ആയിരിക്കും, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും 3 തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും 3 തന്നെ ആയിരിക്കും. ദെൻ അടുത്തത് എന്താണ്, അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് കിട്ടാൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4x അല്ലേ. വൈ സ്ക്വയർ ഈക്വൽ ടു 4x, അതിൽ എക്സിന് പകരം 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12. വൈ സ്ക്വയർ ഈക്വൽ ടു 12 എന്ന് വരും. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2√3 എന്നായിരിക്കും വരിക. മീനിങ് ഇവിടെ ഒരു 2√3 ആൻഡ് ഇവിടെ കറസ്പോണ്ടിങ് താഴെ സിമെട്രിക് ലൊക്കേഷൻ അല്ലേ. എടാ ഇത് ആക്സിസ് ഓഫ് പരാബോളക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങനെ താഴോട്ട് വരക്കുമ്പോൾ ഈ ലൊക്കേഷൻ്റെ എക്സ് കോർഡിനേറ്റും 3 തന്നെ ആയിരിക്കും, വൈ കോർഡിനേറ്റും -2√3 എന്നായിരിക്കും. അപ്പോൾ ടോട്ടൽ ഈ പറയുന്ന എയും ബിയും തമ്മിലുള്ള ദൂരം എത്രയെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2√3 ലെങ്ത്, ഇങ്ങോട്ട് 2√3 ലെങ്ത്, ദാറ്റ് ഈസ് ടോട്ടൽ 4√3 ലെങ്ത് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 4√3. ക്വസ്റ്റ്യൻ 10 ബേസ്ഡ് ഓൺ ഇൻ്റഗ്രേഷൻ. ഞാനിവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ എടുത്തത് ആക്ച്വലി തെറ്റാണ്. ഇവിടെ എക്സ് 0 ആകുന്ന സമയത്ത് വൈ 1 ആണ്, വൈ 0 ആകുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇങ്ങനെയാണ് ഈ ലൈന് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ ലൈന് പാസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റോറി പ്ലോട്ടൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ശരിക്ക് ഈ ഫിഗർ വരുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് പരാബോള ആൻഡ് ദിസ് ലൈൻ ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇത് എക്സ് ആക്സിന് ആക്സിസ് ഓഫ് പരാബോളക്ക്
പെർപെൻഡിക്കുലർ ആണ്. സോ സെയിം സ്റ്റോറി ഇവിടെ x1y1 ഇത് x2y2 അതിൻ്റെ മിഡ് പോയിന്റ് x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അപ്പോൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എക്സിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് സം ഓഫ് റൂട്ട് എടുത്താൽ x1 പ്ലസ് x2ൻ്റെ വാല്യൂ കിട്ടി. അതിൻ്റെ ഹാഫ് എടുത്താൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കിട്ടി. ആ എക്സ് കോർഡിനേറ്റ് തന്നെ ആയിരിക്കും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ പരാബോളിൻ്റെ ഇക്വേഷനിൽ ഈ എക്സ് കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇവിടുത്തെ വൈ കോർഡിനേറ്റും കിട്ടും. ദെൻ ഈ പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് ട്വൈസ് ഓഫ് ദിസ് ഹൈറ്റ് എന്നെടുത്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. 0 മുതൽ 2π വരെ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു ടാൻ എക്സ് ഡി എക്സ്. ദെൻ നമുക്കിതിൽ കിങ്സ് റൂൾ അപ്ലൈ ചെയ്യാം. കിങ്സ് റൂൾ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം എ ടു ബി ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ്. എ പ്ലസ് ബി മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഫ്രം സെയിം ലിമിറ്റും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ എക്സ് റീപ്ലേസ് വിത്ത് 0 പ്ലസ് 2π ദാറ്റ് ഈസ് 2π മൈനസ് എക്സ് വെച്ച് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. സോ ഐ ഈക്വൽ ടു 0 to 2π 1/1 plus e raised to tan 2π minus x. Tan 2π minus x is minus tan x. So this is 0 to 2π 1/1 plus e raised to minus tan x. Then e raised to minus tan x is 1/e raised to tan x. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0 to 2π, അല്ലെങ്കിൽ നിങ്ങൾ e raised to tan x വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. e raised to tan x by e raised to tan x plus e raised to tan x plus 1 എന്നായിരിക്കും ഇവിടെ വരിക. സോ ദിസ് ഈസ് ഓൾസോ ഐ. ഇതും ഐ ആണ്. ദെൻ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ എക്സ്പ്രഷനും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഐ, ഇവിടെയും ഐ. സോ 2i ഈക്വൽ ടു രണ്ട് ഇൻ്റഗ്രേഷനും സെയിം ലിമിറ്റാണ് 0 to 2π. ആൻഡ് ലുക്ക് അറ്റ് ദി ഡിനോമിനേറ്റർ. ഇവിടെ 1 പ്ലസ് ഇ റേസ് ടു ടാൻ എക്സ്, ഇവിടെയും 1 പ്ലസ് ഇ റേസ് ടു ടാൻ എക്സ്. സോ കോമൺ ഡിനോമിനേറ്റർ 1 പ്ലസ് ഇ റേസ് ടു ടാൻ എക്സ് ഡിനോമിനേറ്റർ എഴുതി, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തു. ഇവിടെ ന്യൂമറേറ്ററിൽ 1, ഇവിടെ ന്യൂമറേറ്ററിൽ ഇ റേസ് ടു ടാൻ എക്സ്. സോ സിംപ്ലി ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് സെയിം. സോ ദിസ് ഗെറ്റ് ക്യാൻസൽ. Integration of 1 is x and limit of integration 0 to 2π. So this is 2π. 2π is 2 times of i. So i value എത്രയാണ്? I value pi എന്ന് ഫൈനലി കിട്ടും. ഓപ്ഷൻ 1 is correct. Then tan of 2 tan inverse of 1/2 plus 3 tan inverse of 1/3. ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് 2 tan inverse of എക്സിൻ്റെ റിസൾട്ടും tan inverse of 2x by 1 minus x square എന്ന് പറയുന്ന ആൻസറും 3 tan inverse of x എന്ന് പറയുന്നത് tan inverse of 3x minus x cube by 1 minus 3x square എന്ന് പറയുന്ന റിസൾട്ടും അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan inverse സംതിങ് പ്ലസ് tan inverse സംതിങ് എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ കിട്ടും. tan inverse x plus tan inverse y, ദിസ് ഈസ് tan inverse of x plus y by 1 minus xy എന്ന് പറയുന്ന റിസൾട്ട് യൂസ് ചെയ്ത് ഫർദർ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ആൻസറിലേക്ക് എത്താം. ബട്ട് നിങ്ങൾ ഒരു ചെറിയൊരു റിസൾട്ട് പഠിച്ചു വെക്കുക. tan inverse of 1/2 plus tan inverse of 1/3. ദിസ് ഈസ് ആക്ച്വലി എന്താ ഇതിൻ്റെ ആൻസർ വരിക? tan inverse 1/2 plus tan inverse 1/3 എന്ന് പറയുന്നത് tan inverse of 1/2 plus 1/3 1/2 plus 1/3 1/2 plus 1/3 by 1 minus 1/2 into 1/3. So this is tan inverse of 5/6 divided by 6 minus 1 5/6. So tan inverse of 1 that is pi/4. ഇത് ആൻസർ എത്രയാണ്? pi/4 ആണ്. ശരിക്ക് ഇങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ ഉള്ളത്. tan inverse of 1 plus tan inverse of 1/2 plus tan inverse of 1/3. ഈ പറയുന്ന 3 വാല്യൂസ് സം ചെയ്താൽ ആൻസർ pi/2 ആയിരിക്കും. അതിൽ tan inverse of 1 pi/4 ആയതുകൊണ്ട്
tan inverse of 1 by 2 plus tan inverse of 1 by 2 plus tan inverse of 1 by 3യുടെ വാല്യൂ അത് എപ്പോഴും പൈ ബൈ 4 ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് tan of 2 tan inverse of 1 by 2 plus 3 tan inverse of 1 by 3. അതിൽ ഞാൻ 2 tan inverse of 1 by 3 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 3 എന്ന് ബ്രേക്ക് ചെയ്ത് എഴുതിയെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് ടാൻ ഓഫ് ഇവിടെ 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 3 ഓക്കെ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 3 ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 3 എന്നായിരിക്കും. So tan inverse of 1 by 2 plus tan inverse of 1 by 3 pi by 4 ആണ്. 2 times of pi by 4 that is pi by 2. So this is simply tan pi by 2 plus tan inverse of 1 by 3. Tan pi by 2 plus theta എന്ന് പറഞ്ഞാൽ minus cot theta അല്ലേ. So this is minus cot theta. Theta ഇവിടെ എന്താണ് tan inverse of 1 by 3 ആണ്. Tan inverse of 1 by 3 we can write cot inverse of 3 എന്ന് എഴുതാം. So minus cot of cot inverse of 3 this equal to cot of cot inverse of 3 equal to 3 ആണ്. ഇവിടെ മൈനസും കൂടി ഉണ്ടായതുകൊണ്ട് -3 എന്നായിരിക്കും വരിക. ഫൈനൽ ആൻസർ -3. സോ ഈ റിസൾട്ട് അറിയുമ്പോൾ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. Fourth, seventh terms of an arithmetic progression be L1 and L2 respectively, and its 100th term in the first term of geometric progression. If the ratio of fifth and third term of geometric progression is 2:1, seventh term is 264, then 32 L2 minus 31 L1 equal to what? അപ്പോൾ fourth term എന്ന് പറഞ്ഞാൽ A4, this is a plus 3 times of d equal to L1 and a7 എന്ന് പറയുന്നത് a plus 6d equal to L2. സോ ഈ ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്താൽ 3d equal to L2 minus L1. സോ d എന്ന് പറയുന്നത് L2 minus L1 divided by 3. ആൻഡ് ഫസ്റ്റ് ടേം ഈ ഡീൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a plus 3 times of L2 minus L1 divided by 3 equal to L1. L3 ക്യാൻസൽ ചെയ്ത് പോയി. L1 ഇങ്ങോട്ട് പോയാൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 times of L1 minus L2 ഈസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമും നമുക്ക് കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ആൻഡ് ക്വസ്റ്റ്യനിൽ അടുത്ത സെൻറ്റൻസ് പറയുന്നത് 100th ടേം ഏതാ എന്ന് തന്നിട്ടുണ്ട്. സോ A100 ദിസ് ഈക്വൽ ടു a plus 99d ആണ്. സോ എയുടെ വാല്യൂ 2L1 minus L2 plus 99 times of common difference. This is L2 minus L1 divided by 3. So 99 3 cancel, ഇവിടെ 33. So 33 L2 അതിൽ നിന്ന് ഒരു L2 സബ്ട്രാക്ട് ചെയ്ത് പോയാൽ 32 L2 എന്നും 2 L1 minus 33 L1 എന്ന് പറയുന്ന സമയത്ത് -31 L1 എന്നും കിട്ടും. ഇതാണ് A100 100th ടേം എന്ന് പറയുന്നത്. ഇനി എന്താ അവർ പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നത് 100th ടേം ബി ദ ഫസ്റ്റ് ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ ഇഫ് ദ റേഷ്യോ ഓഫ് ഫിഫ്ത്ത് ആൻഡ് തേർഡ് ടേം. അപ്പോൾ നോക്കൂ, ഈ പറയുന്നത് ഒരു ജി പിയുടെ ഫസ്റ്റ് ടേം ആണ്. ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഈസ് ജി പി എല്ലിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കാം, ഫസ്റ്റ് ടേം ആണ്. ആൻഡ് ഫിഫ്ത്ത് ടേം A5/A3 ആണ്. ഇതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫിഫ്ത്ത് ടേമും തേർഡ് ടേമും തമ്മിലുള്ള റേഷ്യോ. എങ്ങനെയാണ് ഫിഫ്ത്ത് ടേമും തേർഡ് ടേമും എഴുതാം? ദറ്റ് ഈസ് a into r⁴ divided by a into r². സോ a ക്യാൻസൽ ചെയ്ത് പോയി. സോ ദിസ് ഈസ് r² ഈസ് 2/1. സോ ദിസ് ഇംപ്ലൈസ് r²ൻ്റെ വാല്യൂ 2 ആണ്. ദെൻ ക്വസ്റ്റ്യനിൽ അടുത്തൊരു ഡാറ്റ തന്നിട്ടുള്ളത് എന്താണ്? ദിസ് ഈസ് സെവൻത്ത് ടേം ഈസ് 264. സെവൻത്ത് ടേം A7 ദിസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? A7 ar⁶ ദിസ് ഈക്വൽ ടു 264 ആണ്. എയുടെ വാല്യൂ എത്രയാണ്? 32 times of L2 minus 31 times of L1 into R value, this is 2,
ആർ സ്ക്വയറിൻ്റെ വാല്യൂ 2 ആണ്. സോ ആർ സ്ക്വയറിൻ്റെ ക്യൂബാണിത്. സോ ദിസ് ഈസ് 8 ഈക്വൽ ടു 264 ഡിവൈഡഡ് ബൈ 8. സോ 26ൽ 3 ആൻഡ് 33. സോ 32L2 മൈനസ് 31L1 ഈസ് 33. ആക്ച്വലി ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. 32L2 മൈനസ് 31L1ൻ്റെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആൻസർ 33. ക്വസ്റ്റ്യൻ 13 ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാമിലി ഓഫ് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ 0,2 ഈസ് ഗിവൺ ബൈ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y മൈനസ് 2 dx മൈനസ് x dy ഈക്വൽ ടു 0. സോ y മൈനസ് 2 dx ഈക്വൽ ടു x dy ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഈ ടൈമിനെ ഇങ്ങോട്ടും ഇതിനങ്ങോട്ടും കൊണ്ടുവരാം. dx ബൈ എക്സ് ഈക്വൽ ടു y ഇവിടെ dy ഡിവൈഡഡ് ബൈ y മൈനസ് 2. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log x ദിസ് ഈക്വൽ ടു log y മൈനസ് 2 പ്ലസ് log k എന്നെടുക്കാം. log a പ്ലസ് log b, log a ഇൻറ്റു b ആണ്. സോ ദിസ് ഈസ് log x ഈക്വൽ ടു log k ടൈംസ് ഓഫ് y മൈനസ് 2 ടേക്കിംഗ് ആൻറ്റി log x ഈക്വൽ ടു k ടൈംസ് ഓഫ് y മൈനസ് 2. നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ആണ് കിട്ടിയത്. ഇത് ഒരു ഫാമിലി ഓഫ് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് ഫാമിലി ഓഫ് ലൈൻ ഈസ് ഓൾവേസ് പാസിംഗ് ത്രൂ 0,2. 0,2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ ലൈൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ലെറ്റ്സ് പുട്ട് ദ വാല്യൂ 0 ആൻഡ് 2, x ഈക്വൽ ടു 0, k ടൈംസ് ഓഫ് y ഈക്വൽ ടു 2. സോ ദിസ് ഈസ് ആക്ച്വലി സാറ്റിസ്ഫൈങ് ഫോർ എനി വാല്യൂ ഓഫ് k. നമ്മൾ എന്ത് വാല്യൂ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. k1 എടുത്താലും k2 എടുത്താലും k1/2 എടുത്താലും k√2 എടുത്താലും k-5 എടുത്താലും k ക്യാൻ ടേക്ക് എനി വാല്യൂസ് ഇൻ ദി റിയൽ നമ്പർ. ആ സമയത്തൊക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ദിസ് ഈസ് എ ഫാമിലി ഓഫ് ലൈൻ ദാറ്റ് പാസിംഗ് ത്രൂ 0,2 പാസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ്. ഈ പറയുന്ന സിറ്റുവേഷനെയാണ് ഫാമിലി ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്. സോ 0,2 എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. യെസ്, ദിസ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. Family of parabola whose vertex is 1, 1 and axis is y equal to 1 is given by the equation എന്ന് പറഞ്ഞിട്ട് വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. സോ y മൈനസ് 1 dy ഈക്വൽസ് 2 ടൈംസ് ഓഫ് x മൈനസ് 1 dx. ഇറ്റ് സെൽഫ് വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് y സ്ക്വയർ ബൈ 2 മൈനസ് y ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ x സ്ക്വയർ ബൈ 2 മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. നമുക്ക് ഇവിടെ y സ്ക്വയർ ബൈ 2 മൈനസ് y ഈക്വൽ ടു ദിസ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് സി. സോ ദിസ് ഈസ് നോട്ട് പരാബോള. എക്സ് സ്ക്വയർ മൈനസ് y സ്ക്വയർ ബൈ 2 മൈനസ് 2x പ്ലസ് y പ്ലസ് സി ഈക്വൽ ടു 0. നോക്കൂ, ഇവിടെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. വെർട്ടെക്സ് 1, 1 ആൻഡ് ആക്സിസ് y ഈക്വൽ ടു 1. നോക്കൂ, വെർട്ടെക്സ് 1, 1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇവിടെയാണ് വെർട്ടെക്സ് ആൻഡ് ആക്സിസ് y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ ഇത്. ഇങ്ങനൊരു പരാബോളയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒന്നുകിൽ ഈ ഡയറക്ഷനിലാവാം അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ഷനിലാവാം. ഇങ്ങനത്തെ ഒരു പരാബോളയെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ദിസ് തിങ്, ഇതിൻ്റെ ഫാമിലിയിലെ എന്തും ആവാം. ഈ പറയുന്ന ഡയറക്ഷനിൽ ഇങ്ങോട്ടാകാം, ഈ പറയുന്ന ഓറിയൻറ്റേഷൻ ആകാം. ദിസ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷേ ഈ പറയുന്ന ഏതൊരു കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിലും 1, 1 എന്ന് പറയുന്നതാണ് വെർട്ടെക്സ് എങ്കിൽ
ആൻഡ് എക്സ് ആക്സിന് കറസ്പോണ്ടിങ് സിമെട്രിക് ആയിട്ടിരുന്ന അല്ലെങ്കിൽ എക്സ് ആക്സിസ് കറസ്പോണ്ടിങ് ആക്സിസ് ഓഫ് പരാബോള ആയിട്ടിരുന്ന കറസ്പോണ്ടിങ് പരാബോള ഷിഫ്റ്റ് ചെയ്തതാണ്. വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള പരാബോളയാണ്. എക്സ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ ഇതിൻ്റെ ഷിഫ്റ്റഡ് ഇക്വേഷൻ y മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് ആൽഫ എന്നായിരിക്കും വരിക. ഡെഫിനറ്റ്ലി എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. വൈൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. ഹിയർ ലുക്ക് അറ്റ് ദിസ്, എക്സിൻ്റെയും വൈൻ്റെയും പവർ എത്രയാണ്? 2 ആണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് എ പരാബോള. ഇത് പരാബോളയല്ല എന്നുള്ളത് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ. Yes, option 4 is correct. Question 14. X എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സെറ്റ് ഉണ്ട്. 1 2 3 up to 6. A function f is selected random from the set f from x to x. E1 be the events such that this function is onto. E2 be the event that the function is many one. Then a probability p of E2 divided by p of E1 calculate ചെയ്യാനാണ്. So എക്സ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് സെറ്റിൽ 1 2 3 1 2 3 4 5 6 6 എലിമെൻറ്റ്സ് ആണുള്ളത്. സോ എ ഫങ്ഷൻ ഈസ് ഡിഫൈനിങ് ഫ്രം എക്സ് ടു എക്സ്. എക്സിൽ നിന്ന് എക്സിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഹിയർ 2 സെറ്റ് എക്സ് ആണ്. 1 2 3 4 5 6. ഇവിടെയും 1 2 3 4 5 6. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ ഫങ്ഷൻസ്, ഫസ്റ്റ് ടോട്ടൽ ഫങ്ഷൻ ദിസ് ഈക്വൽ ടു, ഈ എലിമെൻറ്റിന് 6 പോസിബിൾ വേസ് മാപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത എലിമെൻറ്റിനും 6 പോസിബിൾ വേസ് മാപ്പ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് 6 raised to 6 പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൺ ടു ഫങ്ഷൻ. ഓൺ ടു ഫങ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ ഓൺ ടു ഫങ്ഷൻ ആയിരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് 1 1 ഫങ്ഷൻ, ബിക്കോസ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് സെറ്റ് രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് എലിമെൻറ്റ് എന്താണ്, ഇവിടെ റേഞ്ചും കോഡമീനും ഈക്വൽ ആയിരിക്കണം. സോ എല്ലാ ആൾക്കാരും ഡിസ്റ്റിങ്ക്റ്റ് എലിമെൻറ്റിലേക്ക് മാപ്പ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഫങ്ഷൻ എന്താവുള്ളൂ, ഓൺ ടു ആകുള്ളൂ. സോ ഫസ്റ്റ് എലിമെൻറ്റിന് എത്ര ചോയ്സ് കിട്ടും? 6 എലിമെൻറ്റ്സിൽ ഏതിലേക്ക് വേണമെങ്കിലും മാപ്പ് ചെയ്യാം. അടുത്ത എലിമെൻറ്റിന് 5 ചോയ്സേ ഉണ്ടാവുള്ളൂ. മാപ്പ് ചെയ്ത ഓൾറെഡി 1 മാപ്പ് ചെയ്ത സ്ഥലത്തേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. സോ 1 2ലേക്ക് മാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. 2ന് റിമൈനിങ് എലിമെൻറ്റിലേക്ക് മാപ്പ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഫങ്ഷനെ ഓൺ ടു ആക്കാൻ പറ്റുള്ളൂ. ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ഓൺ ടു ഡെഫിനറ്റ്ലി ഇറ്റ്സ് 1 1. അങ്ങനെയെങ്കിൽ ടോട്ടൽ 2ന് എത്ര പോസിബിലിറ്റിയാണ്? 5 പോസിബിലിറ്റി. അടുത്ത എലിമെൻറ്റിന് എത്ര പോസിബിലിറ്റിയാണ്? 4 പോസിബിലിറ്റി. ആൻഡ് so this is like 6 into 5 into 4 into 3 into 2 into 1. so 6 factorial കേസുകളായിരിക്കും ഇവിടെ വരിക. so 720. and many one functions. so many one function, total many one function എന്ന് പറയുന്നത് ടോട്ടൽ ഫംഗ്ഷനിൽ നിന്ന് ടോട്ടൽ 1 1 ഫങ്ഷൻസിനെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ടോട്ടൽ 1 1 ഫങ്ഷൻസിനെ സബ്ട്രാക്ട് ചെയ്യുക. ഹിയർ 1 1 ഫങ്ഷൻസ് ആൻഡ് ടോട്ടൽ ഓൺ ടു ഫങ്ഷൻസ് ബോത്ത് ആർ സെയിം. സോ 6 raised to 6 മൈനസ് 6 ഫാക്ടോറിയൽ എന്നായിരിക്കും ഈ പറയുന്നത് ടോട്ടൽ മിനി വൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ പ്രോബബിലിറ്റി ഓഫ് E2 ബൈ പ്രോബബിലിറ്റി ഓഫ് E1 ദിസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് E2 എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? മെനി വൺ ഫംഗ്ഷൻ 6 raised to 6 by 6 factorial divided by 6 raised to 6 whole divided by want to functions എന്ന് പറയുന്നത് 6 factorial divided by 6 raised to 6. ഇതായിരിക്കില്ലേ പ്രോബബിലിറ്റി. ഫേവറബിൾ കേസ് ബൈ ടോട്ടൽ കേസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 raised to 6 minus 6 factorial divided by 6 raised to 6 ആൻഡ് 6 factorial കേസുകളാണ് എന്തുള്ളത്, ഓൺ ടു ഫങ്ഷൻസ് ഉള്ളത്, ഡിവൈഡഡ് ബൈ 6 raised to 6 ടോട്ടൽ ഫങ്ഷൻസ്. സോ 6 raised to 6 ക്യാൻസൽ ആയി പോവും. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഫൈനലി നിങ്ങൾക്ക് 68.5 എന്നോ 63.8 എന്നോ അങ്ങനൊരു വാല്യൂ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.
63.8. Yes, this one is correct. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എൻട്രീസ് എ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഐ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? സോ എ ബി സി ഡി, ദിസ് ഈസ് എ, so this is multiplying with the same matrix a b c d, so we are getting a into a square, and a square plus bc and ac. അടുത്തത് എന്താണ്? എ ബി പ്ലസ് ബി ഡി, എ ബി പ്ലസ് ബി ഡി, ആൻഡ് നെക്സ്റ്റ് എ സി പ്ലസ് ഡി സി, എ സി പ്ലസ് ഡി സി, നെക്സ്റ്റ് സി ബി പ്ലസ് ഡി ബി, സി ബി plus dB. This is minus identity matrix, that is minus 1 0 0 minus 1. So a square plus bc യുടെ വാല്യൂ മൈനസ് 1 ആയിരിക്കും. എ ബി പ്ലസ് ബി ഡിയുടെ വാല്യൂ ദിസ് ഈക്വൽ ടു 0, ഓർ ബി ടൈംസ് ഓഫ് എ പ്ലസ് ഡിയുടെ വാല്യൂ 0 ആയിരിക്കും. എയ്തർ ബി 0 ആയിരിക്കും, ഓർ എ പ്ലസ് ഡിയുടെ വാല്യൂ 0 ആയിരിക്കും. എ വാല്യൂ മൈനസ് ഡി ആയിരിക്കും, ഒന്നുകിൽ എ വാല്യൂ മൈനസ് ഡി ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്? സിമിലർ വേ എ സി പ്ലസ് ഡി സിയുടെ വാല്യൂ 0. സോ സി ഔട്ട്സൈഡ് എടുത്താൽ എ പ്ലസ് ഡിയുടെ വാല്യൂ 0 ആയിരിക്കും, ആൻഡ് സി ഈക്വൽ ടു 0 ഓർ എ പ്ലസ് ഡി ഈക്വൽ ടു 0 ആയിരിക്കും. നെക്സ്റ്റ് സി ബി പ്ലസ് ഡി എച്ച്, സോറി ഡി ബി ഈക്വൽ ടു 0. സോ ഇവിടെ ബി എയ്തർ ബി 0 അല്ല, ഇവിടെ ഈ പാർട്ട് എന്താ വരിക? ദറ്റ് ഈസ് സി ബി പ്ലസ് ഡി സ്ക്വയർ, സി ബി പ്ലസ് ഡി സ്ക്വയർ. സോ സി ബി പ്ലസ് ഡി സ്ക്വയറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഹിയർ നമുക്ക് ഇവിടെ എ ഈക്വൽ ടു മൈനസ് ഡി, എ ഈക്വൽ ടു മൈനസ് ഡി എന്ന് പറയുന്ന സമയത്ത് എ പ്ലസ് ഡി ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ആക്ച്വലി തെറ്റാണ്. എ പ്ലസ് ഡി ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ 0 വരുത്താൻ പറ്റുള്ളൂ, ഇവിടെയും 0 വരുത്താൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് സി ഈക്വൽ ടു 0, സി 0 ആയിട്ട് വന്നാൽ ഈ ടേം 0 ആയിപ്പോയി, ഈ എ സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇവിടെ ഈ ടേമിൽ കറസ്പോണ്ടിങ് ബി എന്ന് പറയുന്ന ടേമും 0, ബി 0 ആയി കഴിഞ്ഞാൽ ഈ ടേം 0, ഈ ടേം 0, ഈ ടേം 0. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ നെഗറ്റീവായിട്ട് വരില്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എ ഈക്വൽ ടു മൈനസ് ഡി ആയിരിക്കണം, എ ഈക്വൽ ടു മൈനസ് ഡി ആയിരിക്കണം. മീനിങ് ആ കറസ്പോണ്ടിങ് രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, എ ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. ബാക്കി കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എ ഡി ഗ്രേറ്റർ ദാൻ 0 അതെന്തായാലും പോസിബിൾ അല്ല. എ പ്ലസ് ഡി നോട്ട് ഈക്വൽ ടു 0 അത് പോസിബിൾ അല്ല. ഈ പറയുന്ന വാല്യൂസിനെ വെച്ചാണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ കണ്ടീഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. സോ പ്രൊഡക്റ്റ് എന്താണ്? നെഗറ്റീവ് ആണ് എന്നുള്ളതായിരിക്കും കറക്റ്റ്. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ആൻഡ് ഫോർ സം വാല്യൂ ഓഫ് ആൽഫ എഫ് ഓഫ് ആൽഫ 2/3 ആണ്. എഫ് ഡാഷ് എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 2/3. സോ ദിസ് ഈസ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/e റേസ് ടു എക്സ്, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 എന്നാണ്. എഫ് ഓഫ് ആൽഫ 2/3 ആണെങ്കിൽ ദിസ് ഈസ് 2/3 ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് 1. സോ 2e റേസ് ടു ആൽഫ പ്ലസ് 2 ഈക്വൽ ടു 3e റേസ് ടു ആൽഫ. സോ ഇ റേസ് ടു ആൽഫയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓർ ആൽഫയുടെ വാല്യൂ ln2 ആണ്. നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടി. ദെൻ എഫ് ഡാഷ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് എഫ് ഡാഷ് എക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ റൂൾ വെച്ചുകൊണ്ട് ഇ റേസ് ടു എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ, ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്.
e raised to x square cancel, e raised to x by e raised to x plus 1 the whole square is f dash x. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് ആൽഫയാണ്. എഫ് ഡാഷ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ln2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ഇ റേസ് ടു ആൽഫയുടെ വാല്യൂ 2 ആണല്ലോ. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. 2 ഡിവൈഡഡ് ബൈ 2 plus 1 3, 3 square 9, 2/9. Option 2 is correct. 17th problem, a function which is given and it is continuous at x equal to pi by 2, then value of alpha. If the function is continuous, its LHL value and RHL value and value of the function at x equal to pi by 2, f of pi by 2, these three values are equal and finite. So limit x is moving towards pi by 2. When x is not equal to pi by 2 means left side of pi by 2 and right side of pi by 2. This is your function 2 raised to alpha sin cos x divided by pi minus 2x, pi minus 2x, and this equal to value of the function at x equal to pi by 2, which is 8. So this is on direct application of limit. This is producing a 0 by 0 situation. So applying L'Hopital rule, limit x is moving towards pi by 2. Differentiating the numerator once, 2 raised to alpha into cos x derivative is minus sin x, and denominator pi minus 2x derivative, pi derivative is 0, minus 2x derivative is minus 2. This equal to 8. So minus minus cancel. Let's move this 2 here or apply the limit 2 raised to alpha into sin pi by 2, which is 1, divided by 2 equal to 8. 2 raised to alpha equal to 16, which is 2 raised to 4. Alpha is nothing but 4. Option 2 is correct. Number of irrational terms in the expansion, 6 raised to 1 by 5 plus 7 raised to 1 by 10, the whole raised to 90 is equal to. For finding number of irrational term, first you have to write the general term of this particular expansion. So which is TR plus 1, this equal to 90 CR, 6 raised to 1 by 5 the whole raised to 90 minus R means 90 minus R by 5, and 7 raised to 1 by 10 the whole raised to R, meaning R by 10. For getting a rational term എങ്ങനെയാണ് കിട്ടുക? റാഷണൽ ടേം കിട്ടാൻ ദിസ് ഈസ് ആക്ച്വലി എ റാഷണൽ ടേം 90 CR ആൻഡ് ഈ പറയുന്ന പവർ ദിസ് ഷുഡ് ബി ഈ പറയുന്ന ഒരു ഹോൾ നമ്പർ ആയിരിക്കണം ആൻഡ് R by 10 ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. When 90 minus R by 5 belongs to whole number, R by 10 ഒരു ഹോൾ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാല്യൂ ഒരു ഹോൾ നമ്പർ ആണ്, ഇതൊരു ഹോൾ നമ്പർ ആണ്, ഇതൊരു ഹോൾ നമ്പർ ആണ്, ദ പ്രോഡക്റ്റ് വിൽ ബി എ ഹോൾ നമ്പർ, അതൊരു ഹോൾ നമ്പർ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റാഷണൽ ടേംസ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ടോട്ടൽ ടേമിൽ നിന്ന് റാഷണൽ ടേമിനെ റിമൂവ് ചെയ്താൽ റാഷണൽ ആയിട്ടുള്ള എത്ര ടേംസ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആറിൻ്റെ വാല്യൂസ് വിച്ച് ഈസ് വേരിയിങ് ഫ്രം 0, 1, 2, 3 എക്സെട്ര അപ് ടു 90 വരെ വേരി ചെയ്യുന്നുണ്ട്. സോ 90 മൈനസ് ആർ ബൈ 5 ഹോൾ നമ്പർ ആകുന്ന കറസ്പോണ്ടിങ് ആർ വാല്യൂസ്. ആറിന് ഏറ്റവും ലീസ്റ്റ് വാല്യൂ 0 ഇട്ട് കൊടുത്താൽ ദിസ് ഈസ് വർക്കിംഗ്. പിന്നെ അടുത്തത് ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണ്ടേ, അപ്പോൾ 0, 5, 10 എക്സെട്ര ഈ വാല്യൂസ് ലാസ്റ്റ് 90 വരെയുള്ള വാല്യൂസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് R by 10 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആകുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ആറിൻ്റെ വാല്യൂ 0, ദിസ് ഈസ് വർക്കിംഗ് 0, 10, 20, 30 എക്സെട്ര 90 വരെയുള്ള വാല്യൂസ്. നോക്കൂ, ഈ ടേമും റാഷണൽ ആയിരിക്കണം, ഈ ടേമും റാഷണൽ ആയിരിക്കണം, രണ്ടും റാഷണൽ ആയിരിക്കണം. ഇത് റാഷണലാണ്, ഇത് റാഷണൽ ആണെങ്കിൽ പ്രൊഡക്റ്റ് റാഷണൽ ആയിരിക്കും. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആർ വാല്യൂസ് ഇവിടെയും റാഷണൽ ആയിട്ട് വരുന്ന ആർ വാല്യൂസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ആക്ച്വലി ദി കോമൺ AP ഓഫ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. സോ ദാറ്റ് ഈസ് കോമൺ AP കാൽക്കുലേറ്റ് ചെയ്താൽ ഫോർ ദാറ്റ് R is 0, 10, 20, 30 എക്സെട്ര അപ് ടു 90. എത്ര ടേംസ് ആണ്? 10 ടേംസ് ആണ്. 10 വാല്യൂസ് ഓഫ് R വരുന്ന സമയത്ത്
ഈ വാല്യൂം ഹോൾ നമ്പറാണ്, ഈ വാല്യൂം ഹോൾ നമ്പറാണ്. മീനിങ് ഈ പറയുന്നതും ഒരു റാഷണൽ ടേമാണ്, ഈ ടേമും ഒരു റാഷണൽ ടേമാണ്. സോ പ്രൊഡക്റ്റ് ഒരു റാഷണൽ ആയിരിക്കും. ടോട്ടൽ ഈ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ സം പവർ n ആണെങ്കിൽ n+1 ടേംസ് ഉണ്ട്. ടോട്ടൽ ടേംസ് എന്ന് പറയുന്നത് 91 ടേംസ് ആണ്. അപ്പോൾ ടോട്ടൽ ഇറാഷണൽ ടേംസ് എന്ന് പറയുന്നത് 91 മൈനസ് റാഷണൽ ടേംസ് എത്ര വരുന്നത്? 10 റാഷണൽ ടേംസ് ആണ് വരുന്നത്. സോ ദിസ് ഈസ് 81 ഇറാഷണൽ ടേംസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ദിസ് ഈസ് എ ട്രയാങ്കിൾസ് ABC എന്ന് പറയുന്നത് ബി ദി മിഡ് പോയിന്റ് ഓഫ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQR. ഇതിന് ഒരു ഷോർട്ട് കട്ട് സിറ്റുവേഷൻ ഉണ്ട്. ലെറ്റ്സ് സേ ദിസ് ഈസ് P, ദിസ് ഈസ് ABC എന്ന് പറയുന്നത്. ഇവിടെ x1 y1 z1 ആൻഡ് x2 y2 z2 ആൻഡ് ദിസ് ഈസ് x3 y3 z3. ആൻഡ് ഈ കറസ്പോണ്ടിങ് ലൊക്കേഷൻ, ഇവിടുത്തെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഇത് പ്രൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ നിയർ ബൈ ആയിട്ടുള്ള ഇവിടുത്തെ കോർഡിനേറ്റ് കിട്ടാൻ ഈ രണ്ട്, ലെറ്റ്സ് സേ ദിസ് ഈസ് നെയിമിങ് A, B ആൻഡ് C. ദെൻ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ആഡ് ചെയ്യുക, C സബ്ട്രാക്ട് ചെയ്യുക. ഇവിടുത്തെ കോർഡിനേറ്റ് കിട്ടാൻ അഡ്ജസൻ്റ് ആയിട്ടുള്ള എയും സിയും കൂടി ആഡ് ചെയ്യുക ആൻഡ് B സബ്ട്രാക്ട് ചെയ്യുക. ആൻഡ് ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ സിയും ബിയും കൂടി ആഡ് ചെയ്യുക ആൻഡ് എ സബ്ട്രാക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ കോർഡിനേറ്റ് കിട്ടാൻ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് -4 5 -15/2 എ. ബി എന്ന് പറയുന്നത് ഇവിടെ -5/2 8 -15/2 and the last one -7/2 3 -6. ദെൻ ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും ആഡ് ചെയ്യാം ആൻഡ് ഇത് സബ്ട്രാക്ട് ചെയ്യാം. -4 -5/2 +7/2. 7/2 ന്ന് 5/2 സബ്ട്രാക്ട് ചെയ്താൽ 2/2 വിച്ച് ഇസ് 1 -4 വിച്ച് ഇസ് -3. ഇവിടെ -3 5 8 5 8 13 13 ന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 10 -5/2 that is -15/2 -15/2 that is -15 -15 + 6 -15 + 6 -9. ദെൻ ഇവിടുത്തെ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ -4 -7/2 +5/2. സോ -7/2 +5/2 -2/2 -1 -1 -4 -5 5 3 8 8 -8 this is 0. Then -15/2 -6 +15/2 that is -6. ദെൻ ഈ ലൊക്കേഷനിലുള്ള കോർഡിനേറ്റ് എഴുതുന്ന സമയത്ത് -7/2 -5/2 +4 -7/2 -5/2 that is -12/2 that is -6 -4 -10. 3 + 8 11 11 -5 11 -5 is 6 -6 -15/2 +15/2 that is -6. ദെൻ O എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മാക്സിമം എത്രയായിരിക്കും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 25ഉം അതുപോലെ 36ൻ്റെയും സ്ക്വയർ റൂട്ടാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ 25 + 36. ദെൻ ഇവിടെ 100ഉം 72ഉം 172 അവിടെ വരുന്നത്. ഇത് 100ഉം 81ഉം അതുപോലെ 9ഉം ഈ പറയുന്ന പോയിന്റിലേക്കാണ് ഒറിജിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്. സോ ദിസ് ഈസ് OP. ഇവിടെ ഈ കറസ്പോണ്ടിങ് പോയിന്റ്, ലെറ്റ്സ് നെയിം സം പോയിന്റ് P എന്ന് പറയുന്നൊരു പോയിന്റ് ആണെങ്കിൽ ദിസ് ഈസ് 3 സ്ക്വയർ. OP സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. OP സ്ക്വയർ ഈക്വൽ ടു 9 + 100 + 81. സോ 190 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ദി മാക്സിമം. ബാക്കിയുള്ളതൊക്കെ അതിനെക്കാട്ടിലും കുറവാണ്. ഏറ്റവും വലിയ വാല്യൂ 190 ആണ്.
Question 20. A, B be the points of intersection of 3x plus y equal 12 and y equal to 21x and y equal to x by 21 respectively. The circle having AB as diameter intersect x-axis at alpha comma 0, beta comma 0. Then 16 times alpha plus beta equal to. So നമുക്കിത് ഒന്ന് റഫായിട്ട് വരച്ച് നോക്കാം. Here AB is the point of intersection of 3x plus y equal to 12. x 0 ആകുമ്പോൾ y 12 ആണ്, y 0 ആകുമ്പോൾ x 4 ആണ്. A line something like this, ഇങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ. ഈ ലൈനിനെ y equal to 21x എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. സോ y equal to 21x is something like this, y equal to 21x. ആൻഡ് y equal to 1 by 21x എന്ന് പറയുന്ന അനദർ ലൈൻ, ആ ലൈന് ഇങ്ങനൊരു ലൈൻ, ദിസ് വൺ. ഇത് y equal to 1 by 21x. And this is intersecting at two locations A and B. A എന്ന് പറയുന്ന ലൊക്കേഷൻ ഇത്, B എന്ന് പറയുന്ന ലൊക്കേഷൻ ഇത്. Then AB diameter ആയിട്ടുള്ള സർക്കിൾ കറസ്പോണ്ടിങ് എക്സാക്സിനെ കട്ട് ചെയ്യുന്ന ലൊക്കേഷൻസ് ആണ് നമുക്ക് ആൽഫ കോമ 0യും ബീറ്റ കോമ 0യും ആൽഫ പ്ലസ് ബീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോർ ദാറ്റ് തിങ് നമുക്ക് ആദ്യം എയും ബിയും ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അതായത് 3x plus y equal to 12. 3x plus y equal to 12 is solving with y equal to 21x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന ലൊക്കേഷൻ കിട്ടും. സോ y equal to 21 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 21x plus 3x that is 24x. This is 12. So x equal to 1 by 2. Then x equal to 1 by 2, y equal to എത്രയാണ്? That is 21 by 2. സോ എ എന്ന് പറയുന്ന കോർഡിനേറ്റ് 1 by 2, 21 by 2 ആണ്. ദെൻ ഈ കറസ്പോണ്ടിങ് 3x plus y equal to 12 എന്ന് പറയുന്ന ലൈനും ആൻഡ് ദ സെക്കൻഡ് ലൈൻ y equal to x by 21 സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് x equal to 21y ആണ്. അപ്പോൾ എക്സിന് പകരം 21y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ 3 ടൈംസ്, ദാറ്റ് ഈസ് 63 ടൈംസ് ഓഫ് എക്സ് പ്ലസ് 63 ടൈംസ് ഓഫ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 12. സോ 64y ഈക്വൽ ടു 12. സോ y ഈക്വൽ ടു 12 by 64. സോ ദിസ് ഈസ് 3 by 16. വൈൻ്റെ വാല്യൂ 3 by 16. വൈൻ്റെ വാല്യൂ 3 by 16 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 21 ടൈംസ് ഓഫ് 3, ദാറ്റ് ഈസ് 63 by 16 ആണ്. സോ ബി എന്ന് പറയുന്ന ലൊക്കേഷൻ 63 by 16 ആൻഡ് 3 by 16. എയും ബിയും നമുക്ക് കിട്ടി. നോക്കൂ, എ x1 y1 ആൻഡ് x2 y2 ഡയമെട്രിക്കൽ എൻഡ് പോയിന്റ്സ് ആണെങ്കിൽ, എ x1 y1 x2 y2 ഡയമെട്രിക്കൽ എൻഡ് പോയിന്റ്സ് ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കൂ, ഇത് ഡയമെട്രിക്കൽ എൻഡ് പോയിന്റ്സ് ആണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 പ്ലസ് y മൈനസ് y1 ഇൻറ്റു y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ദിസ് ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എയും ബിയും ആണ് ഡയമെട്രിക്കൽ എൻഡ് പോയിന്റ്സ് എങ്കിൽ x മൈനസ് 1 by 2 ഇൻറ്റു x മൈനസ് 63 by 16 പ്ലസ് y മൈനസ് 21 by 2 ഇൻറ്റു y minus 3 by 16, this equal to 0. This circle is cutting x-axis. So circle is cutting x-axis, x-axis ne cut ചെയ്യുന്നു എന്ന് പറയുമ്പോൾ put y equal to 0. So x minus 1 by 2 into x minus 63 by 16 plus 0 minus 21 by 2, 0 minus 3 by 16. So this is 21 into 3, 63 divided by 2 times of 16, that is 32. So this equal to 0. Let's open this bracket, x square minus ഇവിടെ 63 by 16x minus 1 by 2x. So this is 1 by 2 plus 63 by 16 times of x. This is
plus 63 divided by 32 plus 63 divided by 32, this equal to 0. X square minus ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 71 by 16 times of x, and this is 2 times 63 by 32 means 63 by 16 equal to 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ടുകളായിരിക്കും x1 ആൻഡ് x2. അറ്റ് ദാറ്റ് ലൊക്കേഷൻ ദ സർക്കിൾ ഈസ്, ഈ സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഈ സർക്കിളിൻ്റെ ഇക്വേഷനിൽ y 0 ആകുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ് വാല്യൂസ് നോക്കുന്ന സമയത്ത് ഒരു ക്വാഡ്രാറ്റിക് ആണ് വരുന്നതെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫ കോമ 0 ബീറ്റ കോമ 0 എന്ന് പറയുന്നത്. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് റൂട്ടാണ്, വിച്ച് ഈസ് 71 by 16. നമുക്ക് 16 times of alpha plus beta എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ 16 times of alpha plus beta is nothing but 71. Then a function equation problem ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 to x t cube f of t dt, ആൻഡ് ഇവിടെ ഇങ്ങനെയല്ല ഈ പറയുന്നത് f of x square is x raised to 8 plus x raised to 12. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് 0 to x t ക്യൂബ് എഫ് ഓഫ് ടി ആണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം എക്സ് റൈസ് ടു 8 പ്ലസ് എക്സ് റൈസ് ടു 12 ആണ്. സോ ലെറ്റ്സ് കണക്ട് ദിസ് ടു, നമുക്കിവിടെ എഫ് ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എക്സ് സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി, കോമ്പോസിഷൻ അല്ലേ. 0 to x square t cube f of t f of t dt. f of x square is nothing but x raised to 8 plus x raised to 12. This is 0 to x square t cube f of t dt, and differentiating both sides to get f of t. എഫ് ഓഫ് എക്സ് സോൾവ് ചെയ്തെടുക്കാനേ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ 8 എക്സ് റൈസ് ടു 7 പ്ലസ് 12 എക്സ് റൈസ് ടു 11 ഈക്വൽ ടു, ഇവിടെ ലെബനിസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ അപ്പർ ലിമിറ്റ് കോമ്പോസിഷൻ നടത്തിയാൽ ടിക്ക് പകരം എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്താൽ എക്സ് റൈസ് ടു 6 എഫ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2x, ആൻഡ് ടിക്ക് 0 കൊടുക്കുമ്പോൾ ദ റിമൈനിങ് പാർട്ട് ഈസ് 0. സോ ദിസ് ഈസ് x raised to 7 into 2 into f of x square, this equal to, ഇവിടെ നമുക്ക് ഒരു എക്സ് റൈസ് ടു 7 ഔട്ട് സൈഡ് എടുത്താൽ ആക്ച്വലി ഒരു 2ഉം കൂടി ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി എന്താ ഉള്ളത്, 4 പ്ലസ് 6 ടൈംസ് ഓഫ് എക്സ് റൈസ് ടു 4. സോ 2x raised to 7, 2x raised to 7 cancel. f of x square is what? f of x square 4 plus 6x raised to 4 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ദിസ് ഈസ് 4 plus 6 എക്സ് സ്ക്വയർ എന്നായിരിക്കും വരിക. സോ എഫ് ഓഫ് എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി എന്താണ്, എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് എന്നിന് എൻ ഈസ് വേരിയിങ് ഫ്രം 1 to 5 സമ്മേഷൻ അപ്ലൈ ചെയ്യാനാണ്. സോ എഫ് ഓഫ് എൻ എന്താണ്, എഫ് ഓഫ് എൻ ഈസ് 4 plus 6 എൻ സ്ക്വയർ ആണ്. ഇതിൽ സമ്മേഷൻ ഓഫ് എഫ് ഓഫ് എൻ വേർ എൻ ഈസ് വേരിയിങ് ഫ്രം 1 to 5. സോ സമ്മേഷൻ ഓഫ് 4 plus 6 times summation of n square, and n is varying from 1 to 5. n is varying from 1 to 5. So here 4 is adding 5 times, 4 times 5 plus 6 into first 5 natural numbers in the square in the sum, that is 5 into 6 into 11 divided by 6. So 6 cancel. 20 30 330 350 350 is final. A ray of light is thrown from the point A minus 1 comma 4 towards the point B 1 comma 0. This ray, after reflecting from x-axis, passes through the point C. If the line AB and BC respectively intersect the circle x minus 1 whole square plus y minus 1 whole square equal to 1,
at point P and Q above x-axis, then area of triangle PBQ is alpha. 100 times alpha എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇതിൻ്റെ ഒരു റഫ് ഡയഗ്രാം വരച്ച് നോക്കാം. സോ ദ സ്റ്റാർട്ടിങ് ഫ്രം -1,4 -1,4 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നാണ് ഒരു റേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് റേ ഈസ് ആക്ച്വലി ഇങ്ങനെ വന്നിട്ട് ഒരു ലൊക്കേഷനിൽ ഹിറ്റ് ചെയ്യുന്നു. ഈ ലൊക്കേഷനിൽ ഹിറ്റ് ചെയ്യുന്നു. ഈ ലൊക്കേഷൻ ദിസ് ഈസ് നത്തിങ് ബട്ട് 1,0. ഇത് 1,0 ആണ്. ഇത് -1,4 ആണ്. ആക്ച്വൽ ഡയഗ്രം അല്ല, ഒരു ഐഡിയക്ക് വേണ്ടി വരക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ റേ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ ദെൻ ദിസ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം എക്സ് ആക്സിസ്, ഈ പറയുന്ന ലൊക്കേഷനിൽ നിന്ന് എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബാക്കി പാസ് ചെയ്ത് പോയി. ദെൻ ഈ കറസ്പോണ്ടിങ് എ എന്ന് പറയുന്ന ലൊക്കേഷൻ, ഈ പറയുന്ന എ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇതാണ്, ആൻഡ് ബി എന്ന് പറയുന്ന ലൊക്കേഷൻ ഇതാണ്, ആൻഡ് സി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ദ ലൈൻ എ ബി ആൻഡ് ബി സി റെസ്പെക്റ്റീവ്ലി ഇന്റർസെക്ട് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്, ഈ സർക്കിളിൻ്റെ സെൻറ്റർ 1,1 ആണ്, ആൻഡ് സെൻറ്റർ 1,1 ആണ്, റേഡിയസ് 1 ആണ്. അപ്പോൾ 1,0 നിന്ന് മുകളിൽ 1,1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിരിക്കില്ലേ. ഈ പോയിന്റ് കറസ്പോണ്ടിങ് സെൻറ്ററും ആൻഡ് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് സർക്കിൾ ഈസ് സംതിങ് ലൈക്ക് ഇങ്ങനെ ആയിരിക്കില്ലേ വരിക, ഈ രീതിയിലായിരിക്കില്ലേ, ഈ രീതിയിലായിരിക്കും ആ സർക്കിൾ എന്ന് പറയുന്നത്. യെസ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്. ഓക്കെ, ഇത് എക്സാക്ട്ലി ഈ പറയുന്ന സർക്കിൾ ഡയമെട്രിക്കലി ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു സർക്കിളിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റ്സ് സേ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ 1,1 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്. ദാറ്റ് പാർട്ട് ഈസ് ഷുവർ. ദെൻ ഇവിടെ നിൽക്കട്ടെ, ആൻഡ് എക്സ് ആക്സിനെയും ഈ പറയുന്ന പാർട്ട് എ ബിനെയും അതേപോലെ ഈ ലൈനിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർക്കിൾ ഈ ലൈന് കട്ട് ചെയ്യുന്നുണ്ട്. സർക്കിളിനെ ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും 2 ലൊക്കേഷൻസിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും നമുക്ക് സിമ്മെട്രി യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രോബ്ലം കഴിയും. നമുക്ക് ഈ പറയുന്ന ലൊക്കേഷൻ എവിടെയാണോ അതിൻ്റെ സിമ്മെട്രിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പറയുന്നത് കറസ്പോണ്ടിങ് സർക്കിളിൻ്റെ ഈ എക്സ് ആക്സിസ് ബിഹേവ് ലൈക്ക് എ ടാൻജൻറ്റ്, എക്സ് ആക്സിസ് ഒരു ടാൻജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ കറസ്പോണ്ടിങ് ലൈൻ, ഈ റേഡിയസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ പറയുന്ന കറസ്പോണ്ടിങ് ലൈൻ ഇങ്ങനൊരു റേ വന്ന് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് കോഡ് എന്താണോ അതേ കോഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ലെങ്ത് ഓഫ് കോഡ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് ഇവിടെ ഈ പറയുന്ന പോയിന്റ് പിയും ഈ പോയിന്റ് ക്യൂവും ഈ പോയിന്റ് ബിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. നമ്മൾ അതിന് ചെയ്യെന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി, ആൻസർ കിട്ടും. അതിന് നമുക്ക് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി എന്ന് പറയുന്നത് y-0 ഈക്വൽ ടു സ്ലോപ്പ് 4 - 0 ഡിവൈഡഡ് ബൈ -1 -1 -2 ടൈംസ് ഓഫ് x - 1. സോ y ഈക്വൽ ടു -2 ടൈംസ് ഓഫ് x - 1 എന്നുള്ളതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് y ഈക്വൽ ടു -2x + 2. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, x - 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഈ ലൈനും ഈ സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്ത ലൊക്കേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. സോ x - 1 ഹോൾ സ്ക്വയർ പ്ലസ് -2x + 2 - 1 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. സോ ദിസ് ഈസ് x സ്ക്വയർ -2x + 1. ഇവിടെ -2x + 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4x സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 1 -4x ഈക്വൽ ടു 1. 1 ക്യാൻസൽ, ബാക്കി 4x സ്ക്വയർ ദിസ് ഈസ് 5x സ്ക്വയർ -6x + 1 ഈക്വൽ ടു 0.
ഇതിൻ്റെ റൂട്ടുകൾ എന്ന് പറയുമ്പോൾ സം ഓഫ് കോഎഫിഷ്യൻറ്റ് 0 ആണെങ്കിൽ വൺ ഓഫ് ദി റൂട്ട് ഈസ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് സെക്കൻഡ് റൂട്ട് ഈസ് എക്സ് ഈക്വൽ ടു 1/5. സോ റൂട്ട്സ് നമുക്ക് കിട്ടി. ഒന്ന് എക്സ് ഈക്വൽ ടു 1ഉം ഒന്ന് എക്സ് ഈക്വൽ ടു 1/5ഉം. അത് നമുക്ക് ഉറപ്പാണ്. എക്സ് ഈക്വൽ ടു 1ൽ ഈ പറയുന്ന സർക്കിളും ഈ ലൈനും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ ഏതാണ്? എക്സ് ഈക്വൽ ടു 1/5 ആണ്. സോ ഇവിടെ ഞാൻ ഈ ഡയഗ്രത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രം നോക്കാം. സോ ഹിയർ ദിസ് ഈസ് 1,1. ഇവിടെ എക്സ് ഈക്വൽ ടു 1/5 ആൻഡ് ഇവിടെ 1,0. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/5 ആണെങ്കിൽ ദിസ് ലൈൻ ഈസ് വാട്ട്? വൈ ഈക്വൽ ടു -2x + 2 എന്നാണ്. സോ എക്സിന് 1/5 എന്ന് കൊടുത്താൽ y ഈക്വൽ ടു -2/5 + 2. സോ 10 - 2 8/5. സോ ദിസ് ഈസ് 8/5. ഇവിടെ 8/5 ആണ്. ദെൻ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ലൈന് വന്ന് ഒരു റേ വന്ന് അത് തിരിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഈ കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് നോക്കൂ. ഈ പറയുന്ന കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ ഇത് 1,1 സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ ലൊക്കേഷൻ എന്തായിരിക്കും വരാം? ഈ ലൊക്കേഷൻ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1 ആയിരിക്കും. ഹൈറ്റ് 8/5 ആയിരിക്കും. ഹൈറ്റ് 8/5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറസ്പോണ്ടിങ് ലൊക്കേഷന് ഈ പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് ഏരിയൻ്റെ ഡബിൾ ആയിരിക്കും. 2 ടൈംസ് ഹാഫ് ഓഫ് ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് എത്രയാണ് നോക്കൂ. ഇവിടുന്ന് ഇവിടെ 1/5 ആണ്. ഇവിടെ 1 ആണ് എന്നുണ്ടെങ്കിൽ 1 - 1/5. 1 - 1/5. ആൻഡ് ഇവിടെ y കോർഡിനേറ്റ് 0 ആയിരുന്നു. ഇവിടെ y കോർഡിനേറ്റ് 8/5 ആയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് 8/5 ആണ്. സോ 2 കട്ടായി പോയി. ദിസ് ഈസ് 4/5 ഇൻറ്റു 8/5. സോ ദിസ് ഈസ് ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ ആൽഫ എന്നാണ് അവർ നെയിം ചെയ്തത്. സോ ദിസ് ഈസ് 32 divided by 25. Then 100 times of alpha എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് 32 into 4 അല്ലേ? 32 into 4 8 128. Question 23. S is 1 2 3 up to 12. The number of elements in the relation R on S defined by R equal to A, B such that AB belongs to S and A divides B. A B നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ A divides B ആണെങ്കിൽ ഈ റിലേഷനിലുള്ള എലിമെൻറ്റ്സ് നമുക്ക് നോക്കാം. ദിസ് ഈസ് 1,1 ആൻഡ് 1,2 1,3 എക്സെട്ര 1,12. ദെൻ 2 റിലേറ്റ് ചെയ്യുന്നത് 2,2 2,4 2,6 എക്സെട്ര 2,12. 3,3 3,6 3,9 3,12. 4,4 4,8 4,12. 5,5 5,10. 6,6 6,12. 7,7 8,8 9,9 10,10 11,11 12,12. ഇത്രയും ടേംസ് ആയിരിക്കും, ഇത്രയും എലിമെൻറ്റ്സ് ആയിരിക്കും ഈ റിലേഷനിൽ ഉണ്ടായിരിക്കുക. ഇവിടെ 12 എലിമെൻറ്റ്സ് ഉണ്ട് ഈ ലൈനിൽ. ഇവിടെ 6 എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ 4 എലിമെൻറ്റ്സ് ആൻഡ് നെക്സ്റ്റ് ഇതിൽ 3 എലിമെൻറ്റ്സ്. ദെൻ ഇവിടെ 2 ഇവിടെ 2. സോ 2 2. ഈ ലൈനിൽ 1 2 3 4 5 6 6 എലിമെൻറ്റ്സ് ഇവിടെയുണ്ട്. സോ 6 4 10 13 17 23 23 23 25 35 ടേംസ് ആണ് ഈ റിലേഷനിലുള്ളത്. ടോട്ടൽ 35 ടേംസ് ആയിരിക്കും റിലേഷൻ. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദ റിലേഷൻ ഈസ് 35. O be the origin, A and B are two distinct points on the line x equal to 2y equal to z such that OA equal to OB equal to √2.
if the point P is 151, then area of triangle PAB. So there is a line. O എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പോയിന്റ് ഇവിടെ ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിലേക്കും ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കും √2 യൂണിറ്റ് ആണ്. സോ ദിസ് ഈസ് √2, ദിസ് ഈസ് √2 ആൻഡ് പി ഈസ് അനദർ പോയിന്റ് 151. ദെൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം. സോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ബേസ് ആയിട്ട് എടുത്താൽ നമുക്ക് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഹൈറ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കൂ. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ വെക്ടർ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷനും ആൻഡ് ബി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഒരു സി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പോയിന്റ്, ഇവിടെ ദിസ് പോയിന്റ് ഇസ് സി എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെക്ടറാണ് എന്നുണ്ടെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. സി മൈനസ് എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഈ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഏതാണ്? ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2y, സോ y ഡിവൈഡഡ് ബൈ 1/2 ഈക്വൽ ടു z ഡിവൈഡഡ് ബൈ 1. ഇതാണ് ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമുക്കൊന്ന് ഭംഗിയിൽ ഏതാണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു, നമുക്ക് ഞാൻ ഇത് പാരലൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് 1/2 1 എന്ന് പറയുന്നത്. അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x/2 ഈക്വൽ ടു y/1 ഈക്വൽ ടു z/2 എന്നാണ് വരുന്നത്. സോ ഗിവൺ പോയിന്റ് ഓൺ ദി ലൈൻ 0 0 0 ഈസ് എ പോയിന്റ് ആൻഡ് ഇവിടെ തന്നിട്ടുള്ള പോയിന്റ് ഇവിടെ ദിസ് ഈസ് എ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്, ആൻഡ് സി വെക്ടർ എന്ന് പറയുന്നത് i+5j+k ഇതാണ് ഗിവൺ പോയിന്റ്. അപ്പോൾ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ എച്ച് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് is equal to c minus a ക്രോസ് ബി മാഗ്നിറ്റ്യൂഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ c minus a, what c minus a, this equal to i+5j plus k, and b vector this is 2i plus j plus 2k. Then c minus a cross b this equal to ijk 151,212. This equal to 10 minus 1 9i minus 2 minus 2 that is 0j plus k 1 minus 10 minus 9k. So magnitude of c minus a cross b which is equal to 81 plus 81, so 81 plus 81 with the square root, that is 9√2. Next b ന്റെ മാഗ്നിറ്റ്യൂഡ് what is magnitude of b which is equal to 3. So h equal to 9√2 divided by 3, so this is 3√2. Then area which is equal to half into base into height, this is half into base 2√2 length, total length of base ഇങ്ങോട്ട് √2 that is 2√2 into height എന്ന് പറയുന്നത് 3√2. so √2 2 cancel ആയി, answer 6. so 6 unit square will be area. A, B 2/2 matrix, determinant of A is -2, then determinant of adjoint of 10 times of A square whole cube equal to 2 raised to m 5 raised to n, then m plus n equal to. Determinant of adjoint of before നമുക്ക് ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. adjoint of k times A which is equal to k raised to n-1 times of adjoint of A. ഇതൊരു റിസൾട്ട് നമുക്കറിയണം. വേർ n is the order of the matrix, ആണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കറിയേണ്ടത് determinant of adjoint of A raised to n-1
and determinant of k times of a is equal to k raised to n determinant of a. Determinant of a raised to n equal to determinant of a the code raised to n. ഇത്രയും റിസൾട്ടുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ adjoint of 10a square the whole cube ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം. സോ ഫസ്റ്റ് ഈ 10നെ അഡ്ജോയിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അഡ്ജോയിൻ്റെ പുറത്തേക്ക് k raised to n minus 1 adjoint of a എന്നായിട്ട് മാറും. സോ 10 raised to ഇറ്റ് ഈസ് എ 2/2 മെട്രിക്സ്. സോ k minus 1 n minus 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ 10 raised to 1 adjoint of a square the whole raised to 3 determinant. So this is 10 cube adjoint of a square determinant. 10 cube ഈ ഡിറ്റർമിനൻറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വിത്ത് ഓർഡർ പവറും കൊണ്ടാണ് പുറത്തേക്ക് വരിക. സോ 10 ക്യൂബ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ ദിസ് ഹോൾ ക്യൂബ് ഇതിൻ്റെ ഹോൾ ക്യൂബ് എന്ന് വരും. സോ സം മെട്രിക്സ് ഹോൾ ക്യൂബിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 10 raised to 6. ദിസ് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയറിൻ്റെ ഹോൾ പവർ 3 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് 10 raised to 6 ഇൻറ്റു ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ്, ആ അഡ്ജോയിൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് സോ ദിസ് എ സ്ക്വയർ ൻ്റെ കറസ്പോണ്ടിങ് റേസ് ടു എത്രയാണ് n-1. സോ n-1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദിസ് ഹോൾ പവർ 3 എന്ന് വരും. അഡ്ജോയിൻ്റ് ഓഫ് എൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ടു എ ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1 എന്നാണ്. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയറിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ റേസ് ടു 2-1 ദാറ്റ് ഈസ് 1 അതിൻ്റെ ടോട്ടൽ ക്യൂബ്. സോ 10 raised to 6 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദി ഹോൾ സ്ക്വയർ ദി ഹോൾ പവർ 3. സോ 10 raised to 6 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഹോൾ raised to 6. ഡിറ്റർമിനൻ്റ് ഓഫ് എ -2 ആണ് തന്നിട്ടുണ്ട്. സോ 10 raised to 6 ഇൻറ്റു -2ൻ്റെ പവർ 6 എന്ന് പറഞ്ഞാൽ 2 raised to 6. 10 raised to 6 is 2 raised to 6 into 5 raised to 6 into 2 raised to 6. So total 2 raised to 12 into 5 raised to 6. So 2ൻ്റെയും 5ൻ്റെയും എക്സ്പോണൻ്റ് വാല്യൂസ് ആണ് m ആൻഡ് n എന്ന് പറയുന്നത്. സോ m plus n എന്ന് പറയുമ്പോൾ 12 plus 6 this equal to 12 plus 6 which is equal to 18. This is final answer. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. BARC B പ്ലാനിൽ 2026 മെയിൻസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത സെഷനിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അതായത് മെയിൻസിൻ്റെ അത്ര ടൈറ്റായിട്ടുള്ളതല്ലെങ്കിൽ കൂടിയും വളരെ ഇൻറ്റൻസീവായിട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കി PYQ ഒക്കെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. So let's conclude this session. Thank you all. Brilliant Study Center, India's #1 coaching center for NEET and JEE.